ആരാധിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഇസ്തിഗാസ ചെയ്യുന്നുവെങ്കിൽ, അഭൗതിക മാർഗത്തിൽ തേടുന്നുവെങ്കിൽ, വേണ്ട അഭൗതിക മാർഗത്തിൽ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് ശിർക്കാണ്. അതൊന്നുമില്ലെങ്കിലോ ശിർക്ക് എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ഹറാമാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ശിർക്കിൽ പോയി ചാടാൻ അത് വഴിയായി മാറും. അസ്സലാമു അലൈക്കും. മലക്ക്, എൻ്റെ പേര് മുഹമ്മദ് ജാബിർ. മലക്ക്, എൻ്റെ പേര് ചെല്ലൂരാണ്, ഇവിടെ അടുത്ത്. മലക്ക് നമ്മുടെ ഒരു ദുആ ചെയ്യുമ്പോൾ, ഇപ്പോൾ ബാഹ്യമായ പ്രകടനങ്ങളില്ലാതെ, ശബ്ദമില്ലാതെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ മലക്ക് അത് അറിയും. അല്ലെങ്കിൽ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ പിശാച് അത് അറിയും എന്ന് ഞാൻ പറഞ്ഞു. കായക്കൊടിയുടെ കൂടെ ഉള്ളവരോ പറഞ്ഞിട്ടുണ്ടോ? അത് ഒരു സത്യമാണ്. പിന്നെ അതിന് വിരുദ്ധമായ വേറെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട തന്നെയാണ്. ഇപ്പോൾ ഒരാൾ ഒരു തഖ്വയില്ലാതെ എന്നാൽ ബാഹ്യത്തിൽ നല്ല തഖ്വ തോന്നുന്ന രൂപത്തിൽ നിസ്കരിച്ചു. പിന്നെ ഒരു രോഗി ബാഹ്യമായ രൂപത്തിലൊക്കെ നിസ്കാരത്തിന്റെ രൂപം കാണിക്കാൻ കഴിയുന്നില്ല, പക്ഷെ മനസ്സിലല്ല തഖ്വയുണ്ട്. ഈ രണ്ടും എങ്ങനെയാണ് പുണ്യകർമ്മങ്ങളും ദോഷങ്ങളും എഴുതുന്ന മലക്ക് വേർതിരിച്ച് എഴുതുക? അത് തഖ്വയില്ലാതെ നിസ്കരിച്ച ആൾക്ക് കൂലിയും, നിസ്കരിക്കാത്ത രൂപത്തിന് കേൾക്കണം എന്ന മനസ്സിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കാരം ഒഴിവാക്കിയ ശിഷ്യം മലക്ക് രേഖപ്പെടുത്തുമോ? ഇതാണ് ചോദ്യം. ഓക്കെ, അത് ഒരാൾ നമസ്കാരം, ഇപ്പൊ രണ്ടാൾ നിസ്കരിക്കുന്നു. ഒരാൾ വലിയ ആത്മാർത്ഥമായി നിസ്കരിക്കുന്നു, മറ്റാള് അത്ര ആത്മാർത്ഥം ഇല്ലാതെ നിസ്കരിക്കുന്നു. രണ്ടാൾക്കും ഒരേ കൂലിയല്ല രേഖപ്പെടുത്തപ്പെടുക. അപ്പൊ രേഖപ്പെടുത്തുന്ന മലക്ക് രണ്ടാളുടെയും മനസ്സറിയണ്ടേ, ഒരു ഇഖ്ലാസ് അറിയണ്ടേ, അതിന്റെ ഏറ്റവ്യത്യാസം അറിയണ്ടേ, എന്നാലല്ലേ ആ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ എന്നതാണ്. അപ്പൊ ഇങ്ങനെ രണ്ടും വേർതിരിച്ചറിയണ്ടേ. അത് അഖീദ ഗ്രന്ഥങ്ങളിൽ ധാരാളം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. നമ്മുടെ യുക്തി കൊണ്ട് നമുക്കിത് പറയാൻ കഴിയില്ല. അതിൽ രേഖപ്പെടുത്തപ്പെട്ട മറുപടികളിൽ ഏറ്റവും ശരിയായി തോന്നിയ, ന്യായമായി തോന്നുന്ന, പ്രമാണബദ്ധമായി തോന്നിയ രണ്ട് മറുപടികൾ. ഒന്നുകിൽ അവർ നമസ്കരിച്ചു എന്നേ രേഖപ്പെടുത്തുന്നുള്ളൂ. അപ്പൊ 10 ആൾ നിസ്കരിച്ചു, അവിടൊക്കെ റെക്കോർഡിൽ മലക്കൾ എന്ത് എഴുതി വെച്ചു? 100 നിസ്കരിച്ചു എന്ന് എഴുതി വെച്ചു. പിന്നെ പ്രതിഫലം എങ്ങനെ കൊടുക്കണം? അത് റബ്ബാണ് നിശ്ചയിക്കുന്നവൻ, അത് മലക്ക് പോലും അറിയുന്നില്ല. 10 ആൾ നിസ്കരിച്ചു, 10 ആൾ നിസ്കാരം കഴിഞ്ഞ് പോയി. ഓനെ നിസ്കരിച്ച കൂട്ടത്തിൽ ഓന്റെ ലിസ്റ്റിൽ ഓന്റെ പേരും വന്നു. ഇത് സ്വീകരിക്കണോ വേണ്ടേ? ഇതിന് എത്രമാത്രം ആത്മാർത്ഥ ഓനുണ്ട്? ഇതിന് എത്ര കൂലി കൊടുക്കണം? ഇത് തള്ളിക്കളയണോ വേണ്ടേ? അത് ഈ മലക്ക് പോലും അറിയില്ല. ഇപ്പൊ നിസ്കാരത്തിന് കൂലി കിട്ടുമോ കിട്ടൂലേ? മലക്കിന് അറിയില്ല. മലക്ക് എന്ത് വെച്ചു? ഓൻ നിസ്കരിച്ചു, അത് രേഖപ്പെടുത്തി വെച്ചു, ഓരോ കർമ്മങ്ങളും രേഖപ്പെടുത്തി വെച്ചു. ഇത് നാളെ റബ്ബ് സ്വീകരിക്കോ സ്വീകരിക്കില്ലേ, പ്രതിഫലം കിട്ടുമോ കിട്ടില്ലേ, ഓൻ സ്വർഗത്തിൽ പോകൂലേ, അത് മലക്കിന് അറിയില്ല, അറിയണമെന്നില്ല എന്നാണ് ഇതിന്റെ ഒരു മറുപടി. മറ്റൊന്ന്, ഒരു പക്ഷെ രേഖപ്പെടുത്തുന്ന മലക്കുകൾക്ക് അള്ളാഹു പ്രത്യേകമായി അറിയിച്ചു കൊടുക്കുന്നുണ്ടാവാം, പോലും അറിയുന്നില്ല. പക്ഷെ അള്ളാഹു പ്രത്യേകമായി ഒരിക്കലല്ല വഹയി പോലെയോ അല്ലെങ്കിൽ ആ നിലക്കുള്ള എന്തെങ്കിലും ഒരു രൂപത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു. ഇതാ ഓൻ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും ഓൻ ഇത്ര എഴുതിച്ചാൽ മതി, ഇത്രേ ഓന് ശരിയായിട്ടുള്ളൂ, ബാക്കി ശരിയല്ല, അവിടെ ഇത്ര എഴുതിയാൽ മതി എന്നൊരു പക്ഷെ അള്ളാഹു അവർക്ക് വിവരം കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അത് പ്രകാരം രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോഴും ഓനെ മനസ്സറിയാന്നുള്ള പ്രശ്നം മലക്കിന് വരുന്നില്ല എന്നർത്ഥം. ആ നിലക്കാണ് ആ വിഷയത്തിൽ അഖീദ ഗ്രന്ഥങ്ങൾക്ക് ചർച്ചയുള്ളത്. അഖീദയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകളുണ്ട്. മുൻഗാമികളും ആധുനികരുമായ സലഫി പണ്ഡിതന്മാരൊക്കെ ഈ വിഷയം ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അവരൊക്കെ പറഞ്ഞ ഒരു മറുപടിയുടെ ആകത്തുക അതാണ് ബാക്കി അള്ളാഹു അഅലം. എന്തായിരുന്നാലും സമീഉദ് ദുആ എന്നത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയായി അള്ളാഹ് എടുത്തു പറഞ്ഞതാണ്. റബ്ബല്ലാത്ത മറ്റാരാ ദുആക്ക് ഉത്തരം ചെയ്യുക എന്ന് റബ്ബ് വെല്ലുവിളിയായി ചോദിച്ചതാണ്. മറ്റു ഇലാഹിനെ സ്വീകരിച്ച ആളുകളോട് അവരാരും ഇലാഹാകാൻ തരപ്പെട്ടവരല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു പറഞ്ഞ പല കാരണങ്ങളിൽ ഒന്ന്, അവർക്കാർക്കും നിങ്ങൾ ദുആ കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിയില്ല എന്നതാണ്. അപ്പൊ അത് പിന്നെ മലക്കിനും കഴിയും എന്ന് പറയുന്നത് എന്തായിരുന്നാലും അർത്ഥമില്ല. അവിടെ റബ്ബിന്റെ വിശേഷണം മലക്കിന് വക വെച്ച് കൊടുക്കാനായി മാറും. മറ്റത് ഒരു പക്ഷെ രേഖപ്പെടുത്തുന്ന റഖീബ് അതീദ് എന്നീ വിശേഷണമുള്ള മലക്ക്, ആ മലക്കിന് ഒരുപക്ഷെ അള്ളാഹു പ്രത്യേകമായ ഒരു അറിയിപ്പ് കൊടുക്കുന്നു. എന്റെ അടിമയുടെ പ്രവർത്തനം ഞാൻ ഈ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്, അത് അത്ര രേഖപ്പെടുത്തിയാലും മതി, അല്ലെങ്കിൽ രേഖപ്പെടുത്തേണ്ടതില്ല എന്നൊരു പക്ഷെ റബ്ബ് വിവരം കൊടുക്കുന്നു. അല്ലെങ്കിൽ മലക്കുകൾ അവർ ബാഹ്യമായി കണ്ട പ്രവർത്തനം അപ്പോഴും രേഖപ്പെടുത്തി വെക്കുന്നു. പിന്നെ അനന്തരഫലം എന്ത്, സ്വീകരിക്കപ്പെടുമോ ഇല്ലേ, കൂലി കിട്ടുമോ ഇല്ലേ, അത് മലക്കുകൾക്ക് പോലും അറിയില്ല, അത് റബ്ബിനെ മാത്രമേ അറിയുകയുള്ളൂ എന്ന രണ്ട് മറുപടിയാണ് വായിച്ചിടത്തോളം അതിൽ കണ്ടത്. അല്ലാഹു അഅലം. അല്ല, എൻ്റെ ആദ്യത്തെ ചോദ്യം പിന്നെ ഇങ്ങനെ ബാഹ്യമായ പ്രാർത്ഥിക്കുന്നതിന്റെ ബാഹ്യമായ ശബ്ദവും ബാഹ്യമായ പ്രകടനങ്ങളല്ലാതെ മനസ്സിൻ്റെ ഉള്ളിൽ അവൻ എന്താണുള്ളത് എന്ന് മലക്കറിയും, അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ ശൈത്താൻ അറിയും എന്ന രൂപത്തിൽ കായക്കോടിയോ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ടോ? അതാണ് ചോദിച്ചത്. അങ്ങനെ ചർച്ച പഴയ കാലത്തുണ്ടോന്ന് അറിയില്ല. അത് മനുഷ്യന്റെ മനസ്സിലുള്ളതും മലക്കറിയും, ദുആയും മലക്ക്. ഇപ്പം അദ്ദേഹം ചോദിച്ചപ്പോ കായക്കൊടി പറഞ്ഞു ദുആ മലക്ക് കേൾക്കും.
അത് ഇതിനു മുമ്പ് മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? ഇതാണ് ചോദ്യത്തിന്റെ മർമ്മം. അല്ല, കായക്കൊടിയോ കായക്കൊടിയുടെ കൂടെ ഉള്ളവരോ ഇപ്പൊ നാസർ സുലൈമി അങ്ങനെ ആരെങ്കിലും അങ്ങനെ ബാഹ്യമായ പ്രകടനം അല്ലാത്തത് മനസ്സിന്റെ ഉള്ളിൽ മാത്രമുള്ള സംഗതി ജിന്നോ മലക്കോ അറിയുന്നു പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. അത് ശരിയാ. അല്ല, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ കായക്കൊടി പറഞ്ഞത് ബാഹ്യമായ പദം കേൾക്കും എന്ന അർത്ഥത്തിലാണെങ്കിൽ ആ പറച്ചിൽ എന്താ പ്രസക്തി ഉള്ളത്? അവിടെ യഥാർത്ഥത്തിൽ ആ പുളിക്കത് പറയാൻ സാഹചര്യമുണ്ട്. സൂപ്പർ ബസാർ മുഖാമുഖത്തിൽ എൻ്റെ ഒരു മറുപടിയുടെ ഭാഗം അത് നാസസുല്ലമയും അനീഫ് കായക്കൊടിയും അത് പരാമർശിച്ചുകൊണ്ട് ഏറെ പരിഹസിച്ചു. അതായത് സൂപ്പർ ബസാർ മുഖാമുഖത്തിൽ എന്നോട് ചോദ്യം വന്നിരുന്നു ഈ ദുആ കേൾക്കുന്ന വിഷയം. അപ്പൊ ഞാനവിടെ പറഞ്ഞു ബാഹ്യമായ വിളി കേൾക്കും, ഞാൻ ദുആ കേൾക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെടുത്തിട്ട് നാസസുല്ലമി കണ്ടോ എന്ത് പോയത്തെ ഇയാൾ പറഞ്ഞത്, വിളി കേൾക്കും ദുആ കേൾക്കൂല, വിളിഞ്ഞല്ലേ ദുആ എന്ന് പറഞ്ഞിട്ട് മൂപ്പരോടെ പരിഹസിച്ചു. അനീഫ് കായക്കൊടിയുടെ സംസാരത്തിലും സമാനമായ പ്രയോഗങ്ങൾ വന്നു. അപ്പൊ ചോദ്യ സമയത്ത് സദസ്സിനൊരാൾ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞുവല്ലോ ഫൈസൽ മുസ്ലിയാരെ ക്ലിപ്പ് പരാമർശിച്ചുകൊണ്ട് മലക്ക് വിളി കേൾക്കും ദുആ കേൾക്കില്ല എന്ന് പറഞ്ഞ അബദ്ധമാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ റഖീബ് അതീദിനോട് ഞാൻ ദുആ ചെയ്താൽ, ചോദ്യം അതാണ്, റഖീബ് അതീദിനോട് ഞാൻ ദുആ ചെയ്താൽ എന്റെ ആ ദുആ റഖീബ് അതീദ് കേൾക്കുമോ ഇല്ലേ എന്നായിരുന്നു ഇയാളെ ചോദ്യം. അപ്പൊ അനീഫ് കായക്കൊടി പറഞ്ഞു കേൾക്കും. അവിടെ മറുപടി കേൾക്കും. അപ്പൊ ഇയാൾ ഉപചോദ്യത്തിന് എഴുന്നേറ്റു. അങ്ങനെ ഇവൻ ചോദിച്ചു, അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂഖ് ദുആ കേൾക്കുമെന്നതിന് ആയത്തോ ഹദീസോ തെളിവായിട്ടുണ്ടോ? അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും മഖ്ലൂഖ് ദുആ കേൾക്കും എന്നതിന് ആയത്തോ ഹദീസോ തെളിവുണ്ടോ? അപ്പൊ അനീഫ് കായക്കൊടി മറുപടിയുടെ സ്വരം മാറ്റി. ഇയാളെ കുറിച്ച് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു സംസാരമാണ് പിന്നെ ഇദ്ദേഹം നിർവഹിച്ചത്. അത് കഴിഞ്ഞിരുന്നപ്പോ ഇയാൾ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി എണീറ്റു. അപ്പൊ പറഞ്ഞു, ഒരു ചോദ്യവും ഒരു ഉപചോദ്യവുമാണ് നിശ്ചയിക്കപ്പെട്ടത്, താങ്കൾക്ക് പിന്നിതിരിക്കാം, മറ്റൊരു കഴിഞ്ഞാൽ താങ്കൾക്ക് ഇനിയും ചോദിക്കാം. ഇദ്ദേഹം പിന്നെ പോയിരുന്നു. മുന്നിലുള്ള മനുഷ്യന്മാരുടെ ചോദ്യമൊക്കെ കഴിഞ്ഞ് ഇയാൾ തൊട്ട് മുമ്പത്തെ ആളും ചോദിച്ചപ്പോൾ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു, സമയം ഒരുപാടായി, ഇനി നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നോട് വിളിച്ചിട്ട് ഇവൻ പറഞ്ഞു, എനിക്ക് അടുത്ത ചാൻസ് കിട്ടിയാൽ ഞാൻ ചോദിക്കാൻ വിചാരിച്ചിരുന്നത് കായക്കൊടി താങ്കളുടെ പ്രസംഗത്തിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ലാ യസ്മഉ ദുആഅക്കും എന്നതിൽ ജിന്നും മലക്കും പെടുമെന്ന് നിങ്ങൾ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ, അതല്ല മലക്കിനെ ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാനാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്റെ മുമ്പത്തെ ആൾക്ക് ചാൻസ് കിട്ടി, എനിക്ക് പിന്നെ കിട്ടിയില്ല. അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് ആ വിശദീകരണം വരുന്നത്. ഒരു ബാഹ്യമായ വിളി കേൾക്കും എന്ന അർത്ഥത്തിലാണെങ്കിൽ ആർക്കും എതിർപ്പില്ല. അതിന് അർത്ഥം പറഞ്ഞത് അത് റഖീബ് അതീദ് മാത്രമല്ല, അത് അനീഫ് കായക്കൊടിയും കേൾക്കും, ഞാനും കേൾക്കും, നമ്മളെല്ലാവരും കേൾക്കും. കാതുള്ള കേൾവിയുള്ള എല്ലാവർക്കും അടുത്തുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റും. അപ്പൊ ആ അർത്ഥത്തിലാണ് ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ലല്ലോ. അല്ലാത്തത് കേൾക്കുമെന്ന് പറയുമ്പോഴല്ലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. മറ്റേതാണെങ്കിൽ സൂപ്പർ ബസാറിലെ എന്റെ മറുപടി ഗണ്ണിക്കേണ്ട ആവശ്യമില്ല. ഞാനും പറഞ്ഞെന്താണ്, ബാഹ്യമായത് കേൾക്കും, പക്ഷെ ദുആ കേൾക്കും, ദുആ ഖൽബെന്നാണ്, അത് കേൾക്കൂല. ഞാൻ അന്ന് ഉദാഹരണം പറഞ്ഞിരുന്നു. ഞാൻ ഉദാഹരണം വെച്ചാൽ മാതാ അമൃതാനന്ദമായി പുഴയുടെ കരയിൽ നിൽക്കുന്നു. അമ്മയുടെ ഭക്തൻ പുഴയിൽ മുങ്ങി മരിക്കാൻ പോകുന്നു. ഇവൻ കരക്ക് നിൽക്കുന്ന അമ്മയെ വിളിച്ചു, അമ്മയെ രക്ഷിക്കണേ. അമ്മയോട് തേടുമ്പോൾ ഇവന്റെ ഉദ്ദേശം എന്താണ്, അമ്മ ഒന്ന് മനസ്സ് വെച്ചാൽ ഓൻ രക്ഷപ്പെട്ടെന്ന് അമ്മ വിചാരിച്ചാൽ മതി, ഞാൻ രക്ഷപ്പെടും. അതാണ് ദുആ. ഓൻ അങ്ങനെ തേടിയത്. പക്ഷെ അമ്മ എന്ത് ചെയ്തു, പെട്ടെന്ന് അമ്മ ഒരു തോർത്തുണ്ടൊക്കെ കൊടുത്തിട്ട് ഓള് പുഴയിക്കിട്ട് ചാടി നീന്തി വന്ന് ഇവനെ പിടിച്ച് കരക്ക് കയറ്റി രക്ഷപ്പെട്ടു. ഇതിന് അമ്മ എന്റെ ദുആ കേട്ട് ഉത്തരം ചെയ്തു പറയാൻ പറ്റില്ല. ആ ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒന്ന്. മറ്റൊന്ന്, കണ്ണ് കാണാത്ത മനുഷ്യൻ, മാതാ അമൃതാനന്ദമയുടെ ഭക്തൻ, അവൻ പോയി അമ്മയെ കണ്ടു, അമ്മയ്ക്ക് കാഴ്ചയില്ല, ഞങ്ങൾ ഇങ്ങ് സഹായിക്കണം. ഇവന്റെ ഉദ്ദേശം എന്താണ്, അമ്മ ഒന്ന് നോക്കിയാൽ, ഒന്ന് തടവിയാൽ, ഒന്ന് പറഞ്ഞാൽ, ഒന്ന് മനസ്സ് വെച്ചാൽ എന്റെ കാഴ്ച തിരിച്ചു കിട്ടും. അതാണ് ഓന്റെ വിശ്വാസം. ആ നിലയ്ക്ക് അവൻ ചോദിച്ചതും അതുകൊണ്ട് പ്രാർത്ഥനയാണ്, ശിർക്കാണ്. പക്ഷെ അമ്മ ഈ വിളി കേട്ടു, ഇവന്റെ തേട്ടം അമ്മ കേട്ടു ബാഹ്യമായിട്ട്. അമ്മ അവരുടെ ഹോസ്പിറ്റലിലേക്ക് എഴുത്തുകൊടുത്തു, അവിടെ പോയിക്കോന്ന്. അവിടെ പോയി ഫ്രീ ആയിട്ട് ഒരു ഓപ്പറേഷനൊക്കെ ചെയ്ത് കണ്ണൊക്കെ മാറ്റി വെച്ച് പുതിയ കണ്ണ് വെച്ചുകൊടുത്ത് ഓനെ കാഴ്ചയും കിട്ടിയോ പോന്നു. അപ്പൊ എന്റെ ദുആ കേട്ട് അമ്മ ഉത്തരം ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഈ ആയത്ത് പൊളിഞ്ഞോ? ഞാൻ അങ്ങനത്തെ വിശദീകരിച്ചത്. ആയത്തിലെന്താ, നിങ്ങൾ ദുആ ചെയ്താൽ കേൾക്കില്ല,
കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യില്ല. ഓനെന്ത് പറയാ, നിങ്ങളായത്തൊക്കെ ഔട്ടായി, എന്താ അമ്മ കേട്ടു ഉത്തരം ചെയ്തു, എന്റെ കണ്ണ് കാഴ്ചിട്ടില്ലോ എന്ന് പറഞ്ഞാൽ ഇത് ദുആക്കുള്ള ഉത്തരമല്ല. ആ ദുആക്കുള്ള ബാഹ്യമായ പ്രതികരണമായിരിക്കാം, ദുആക്ക് ഉത്തരം അതല്ല. എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. കണ്ണ് കാണാത്ത മറ്റൊരു മനുഷ്യൻ ജീവിതകാലം മുഴുവനും അല്ലാഹുവേ എന്റെ കണ്ണിന് കാഴ്ച തരണേന്ന് പ്രാർത്ഥിച്ചു, മരിക്കുന്നവരെ കാഴ്ച കിട്ടിയില്ല. അതിനർത്ഥം ദുആക്ക് ഉത്തരം കിട്ടിയില്ല എന്നാണോ? അല്ല. പിന്നെ എന്തുകൊണ്ട് കാഴ്ച കിട്ടിയില്ല? ഒരു പക്ഷെ ഇയാൾക്ക് കാഴ്ച കൊടുക്കാതിരിക്കലാകും ദുആക്കുള്ള ഉത്തരം. കാഴ്ച കൊടുക്കാതിരിക്കുക അതാ ദുആക്കുള്ള ഉത്തരം. കാരണം എന്താ, ഇയാളുടെ കണക്കിൽ കാഴ്ച കിട്ടിയാൽ അത് വലിയ അനുഗ്രഹം. അള്ളാഹുവിനറിയാം ഇയാൾക്ക് കാഴ്ച കിട്ടിയാൽ ഒരു പക്ഷെ ആ കണ്ണുകൊണ്ടുള്ള ഹറാമൊക്കെ കണ്ട് ഓൻ നരകത്ത് പോകും. അതുകൊണ്ട് ഓന് കാഴ്ച കൊടുക്കാത്തതാ നല്ലത്. അപ്പൊ കാഴ്ച കൊടുക്കൂല. അപ്പൊ കാഴ്ച തരണേ എന്ന ചോദ്യത്തിന് കാഴ്ച കൊടുക്കാതിരിക്കലാണ് ഉത്തരം. ഈ ഉത്തരം ആർക്കേ ചെയ്യാൻ കഴിയുള്ളൂ? റബ്ബിനെ ചെയ്യാൻ കഴിയുള്ളൂ. രക്ഷിക്കണേ എന്ന ചോദ്യത്തിന് പുഴയിന്ന് റബ്ബെ രക്ഷിക്കണേ എന്ന് എത്ര അലമുറയിട്ട് കരഞ്ഞു, പക്ഷെ ഓൻ മരിച്ചു. അയാൾക്ക് ദുആക്ക് ഉത്തരം കിട്ടില്ല എന്നല്ല, ഓൻ മരിക്കലാണ്, ഓനെ മുക്കിക്കൊല്ലലാണ് രക്ഷിക്കണേ എന്ന ദുആക്കുള്ള ഉത്തരം അവിടെ. ഒരു പക്ഷേ കാരണം എന്താ, ഓൻ കലക്ക് കയറി 10 കൊല്ലം കൂടി ജീവിച്ച് കൊടിയ ശിർക്കിലകപ്പെട്ട് ഓൻ മരിച്ച് സ്വർഗം ഹറാമായി കാലാകാലം നരകത്തിൽ പോകും. ഇപ്പോ മരിച്ച തൗഹീദുള്ളവനാ ഓൻ സ്വർഗത്തിൽ പോകും. അപ്പൊ അല്ലാഹ്ക്കറിയാ ഓൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഓനെപ്പോ കൊല്ലുക വേണ്ടത്, ഓനെ മുക്കിക്കൊന്നു. അത് ദുആക്കുള്ള ഉത്തരമാണ്. റബ്ബെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനക്കുള്ള ഉത്തരമാണ് ഓൻ മരിച്ചത്. ഇനി ഓനത് എവിടെ കിട്ടും? പരലോകത്ത്. റസൂലുള്ളാഹി പറഞ്ഞു ദുആക്ക് 3 രൂപത്തിലാണ് ഉത്തരം. ഒന്നുകിൽ ചോദിച്ച സംഗതി അങ്ങനെ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ മുസീബത്ത് ഒഴിവാക്കി കൊടുക്കും. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്താ അല്ലാഹ് കൊടുക്കാൻ പറ്റൂലേ? കൊടുക്കാൻ പറ്റും, പക്ഷെ ഓന് അത് കൊടുക്കാൻ പറ്റിയ സംഗതിയല്ല, ഓനെ കിട്ടാൻ പറ്റൂല. അപ്പൊ അല്ലാഹ് അത് കൊടുക്കൂല, പകരം മുസീബത്ത് ഒഴിവാക്കി കൊടുക്കും. ഇനി ഓനെ ഒരു മുസീബത്ത് ഇല്ല, ഓനെ കണക്കാക്കിയത് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ കണക്കാക്കിയ മുസീബത്ത് ഉണ്ട്, അത് ഒഴിവാക്കാൻ പറ്റൂല, എങ്കിലോ പരലോകത്ത് അല്ലാഹു ആ ദുആക്ക് പ്രതിഫലം നൽകും. ഈ 3 രൂപത്തിൽ ആ ദുആക്ക് ഉത്തരം. ആ ഉത്തരം ചെയ്യാൻ അല്ലാഹ്ക്കേ കഴിയുള്ളൂ. പുഴയിൽ വീണ മനുഷ്യൻ കരക്കുള്ള അമ്മനെ വിളിച്ചു, അമ്മ ഓനെ നീന്തി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ചിലപ്പോൾ അടുത്ത നിമിഷം ഓ അമ്മനെ പിടിച്ച് പുഴയിൽ കുന്തും. അപ്പൊ ഓനെ രക്ഷപ്പെടുത്തിയത് അമ്മക്കൊരു ദോഷമായി മാറി. ഇത് അമ്മക്കറിയില്ല. അപ്പൊ ഒരു മനുഷ്യന്റെ ഭാവി ഭൂത വർത്തമാനം അറിയുന്ന ഒരുത്തന് മാത്രമേ അവന്റെ തേട്ടമറിഞ്ഞ് അതിന് ശരിയായ ഉത്തരം കൊടുക്കാൻ കഴിയുള്ളൂ. അത് അല്ലാഹ് മാത്രം. അത് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ദുആ കേൾക്കുന്നവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും അതാണ്. കടം കൊണ്ട് കുടുങ്ങിയ മനുഷ്യൻ അല്ലാഹുവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ മനുഷ്യൻ അയൽവാസിയായ പണക്കാരനെ പോയി കണ്ട് ഞാൻ വലിയ കടത്തിലാ, നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നു. ഓൻ പൈസ എടുത്തു സഹായിച്ചു. ഇത് ദുആ അല്ല, ദുആക്ക് ഉത്തരമല്ല. അല്ലാഹുവിനോട് തേടി ഒരു പക്ഷേ ഓൻ എന്നും ദ്വാരിക്കുന്നു, അറിയാത്ത വഴിക്ക് ഓനെ കുറച്ച് പൈസ കൊടുത്തു, അത് അൽഹംദുലില്ലാ ഇക്കതായാലും പഠിച്ചോന്റെ ദുആക്ക് ഉത്തരം ചെയ്തു പറയും. ഈ പൈസ ഇട്ടില് ആ ദുആക്ക് ഉത്തരമായിരിക്കാം. ചിലപ്പോ എങ്ങനെ തോന്നുന്നു മരിക്കോളം കടം വീട്ടാൻ കഴിയില്ല, അതായിരിക്കാം ദുആക്കുള്ള ഉത്തരം. അപ്പൊ ഇവന്റെ തേട്ടത് എന്ത് കൊടുക്കണം, അത് ഭാവി ഭൂതം വർത്തമാനം അറിയുന്നവന് മാത്രമേ അത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. ഈ നമ്മുടെ ജീവിതത്തിൽ സമാനമായ ചില പ്രവർത്തനം ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്കൊക്കെ ഖിയാസാക്കാൻ പറ്റിയതല്ല, അള്ളാഹുമായി നമുക്ക് ഉദാഹരണം പറയാൻ പറ്റിയതല്ലോ. നമ്മൾ വിളക്ക് എത്തിച്ചു, ഒരു കുട്ടി വിളക്ക് പിടിക്കാൻ വേണ്ടി പോകുന്നു, നമ്മൾ എന്ത് ചെയ്യാം? അത് കൊടുക്കൂല, അതാണ് ഊതെടുത്തേക്കും. ആ കുട്ടി കരഞ്ഞ് നമ്മളെ ചവിട്ടി കുത്തി ഉള്ള വികൃതി മുഴുവൻ കാട്ടി. കാരണം ഓന്റെ കണക്കിൽ അതിപ്പോൾ കിട്ടിയാൽ എന്തോ ഒരു രസമുണ്ട്, അത് കയ്യിൽ പിടിച്ചാൽ എന്തോ ഉഷാറുണ്ടാവും, പക്ഷെ നമ്മൾ കൊടുക്കൂല. കുട്ടി എങ്ങനെ നമ്മളെ വികൃതി കാട്ടിയാലും എന്തൊക്കെ തച്ചോടച്ചാലും ഇത് നമ്മൾ കൊടുക്കൂല. കുട്ടിന്റെ കയ്യിൽ കണക്കിൽ ഇത് ലാഭമാണ്, നമുക്കറിയാം. ഇത് കുട്ടി കൊടുത്താൽ അടുത്ത നിമിഷം ഓൻ കത്തിക്കറിഞ്ഞ് പോവും. ഓൻ ആലോചിക്കുക, എന്റെ പാപ്പാക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല, ഈ കോലത്തിലൊക്കെ ചോദിച്ചൊന്നും തരുന്നില്ലല്ലോ. സ്നേഹമില്ലാഞ്ഞിട്ടാ കൊടുക്കാത്തത്, സ്നേഹം ഉണ്ടായിട്ടാ കൊടുക്കാത്തത്? സ്നേഹം ഉണ്ടായിട്ടാണ് കൊടുക്കാത്തത്. പകരം ചിലപ്പോൾ മിഠായി കൊടുക്കും, ബിസ്ക്കറ്റ് കൊടുക്കും, കളിക്കോപ്പ് കൊടുക്കും, ഒരു വിധം കൊടുക്കാൻ പറ്റും ഒക്കെ എടുത്ത് കൊടുക്കും. ഓനതൊന്നും വേണം, ഇത് കിട്ടിയാൽ മതി, ഇത് നമ്മൾ കൊടുക്കൂല. എങ്ങനെ ഓൻ അലമുട്ടാൻ വിളിച്ചാണ് കുറച്ച് കരിഞ്ഞോ, ഇത് കൊടുക്കൂല. ഓന് ഈ വിഷയത്തില് അവന്റെ ഭാവി അപകടത്തിലാകും ഇത് കൊടുത്താൽ എന്ന് നമുക്ക് അനുഭവ സാക്ഷ്യമാണ്. അത് നമ്മൾ കൊടുക്കൂല.
ഒരു മനുഷ്യന്റെ തേട്ടത്തിന് ഉത്തരം ചെയ്യാൻ അവന്റെ ഭാവി ഭൂത വർത്തമാനം അറിയുന്നവനാരോ അവന് മാത്രമേ കഴിയൂ. അതാ അല്ലാഹുവിന്റെ ചോദ്യം, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅഹു വയക്ഷിഫു സുഅൻഹു വയജഅലുകും ഖുലഫാഅൽ അർളി. ഉത്തരം ചെയ്യുന്നവൻ ആര്? അല്ലാഹ്. എങ്കിൽ ഇലാഹും അല്ലാഹ്, പിന്നെ എങ്ങനെ മറ്റാരാധ്യന്മാർ? അതാണ് ദുആ കേൾക്കുക പറഞ്ഞതിന്റെ ഉദ്ദേശം. നമ്മൾ ആ നിലയ്ക്ക് തന്നെ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷെരീഫ്. ഞങ്ങൾ യാത്രയിൽ ഈ പരിപാടി കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നേരത്തെ സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളോട് സഹായം ആവശ്യപ്പെട്ടതിനെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു അത് സുലൈമാൻ നബിക്ക് പ്രത്യേകമായി അള്ളാഹു നൽകിയ ഒരു കഴിവ് കൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ചോദിച്ച ആൾ ചോദിച്ചത് സുലൈമാൻ നബി ആവശ്യപ്പെട്ട ആ ആവശ്യം, അതായത് തേട്ടം, അത് ശിർക്കാണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ സാധാരണ ജിന്നുകൾക്ക് അള്ളാഹു നൽകിയ കഴിവുകളിൽ പെട്ട കഴിവിനെ നമ്മൾ ചോദിക്കുന്നത് ശിർക്കാവുകയും സുലൈമാൻ നബി ആവശ്യപ്പെട്ടത് ശിർക്കല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ എനിക്കൊരു സംശയം, അമ്പിയാക്കന്മാർക്ക് പ്രത്യേക തൗഹീദും സാധാരണക്കാർക്ക് മറ്റൊരു തൗഹീദുമാണോ? അതാണ് എൻ്റെ ഒരു സംശയം. ഒരിക്കലും അല്ല. സുലൈമാൻ നബി ആവശ്യപ്പെട്ട ആവശ്യം, സുലൈമാൻ നബി ആവശ്യപ്പെട്ട ആവശ്യം തൗഹീദിന് വിരുദ്ധമല്ല. നമ്മൾ തിരിച്ചാലോചിച്ച് നോക്കാം. സുലൈമാൻ നബി ആ ഇഫ്രീത്തിനോട് ദുആ ചെയ്താലോ അത് ശിർക്കാണ്. സുലൈമാൻ നബി പറയട്ടെ, സുലൈമാൻ നബി അലൈഹി സ്വലാം ആ ഇഫ്രീത്തിനോട് ദുആ ചെയ്താൽ ശിർക്കാണ്. സുലൈമാൻ നബിന്റെ എല്ലാ അമലും പൊളിഞ്ഞു പോകും. ഞാൻ നേരത്തെ പറഞ്ഞു, അൻആം സൂറയിൽ 88-ാമത്തെ ആയത്ത് വരെയായി 18 പ്രവാചകന്മാരുടെ പേരുണ്ട്. അതിൽ സുലൈമാൻ നബിയുടെ പേരും ഉണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞു? അവർ ശിർക്ക് ചെയ്താൽ എല്ലാം പൊളിയും. അപ്പൊ സുലൈമാൻ നബി ചെയ്തത് ശിർക്കല്ല, അത് നമ്മൾ ചെയ്താലും ശിർക്കല്ല. പക്ഷെ നമുക്ക് അനുവാദമില്ല, സുലൈമാൻ നബിക്ക് അനുവാദമുണ്ട്. അതാണ് വ്യത്യാസം. സുലൈമാൻ ഉത്തരം കേൾക്ക്. നിങ്ങൾക്ക് രണ്ടാമത്തെ ചോദ്യം എനിക്കറിയാം, അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിന് രണ്ടാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞുതരാം വേണമെങ്കിൽ നിങ്ങൾക്ക്. നിങ്ങൾ എന്താണോ ചോദിക്കാൻ നിങ്ങളെ മനസ്സിൽ വിചാരിച്ച് എനിക്കറിയാം, ഒയ് പറഞ്ഞിട്ടല്ല. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദ്യം കേൾക്കണമല്ലേ. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതെനിക്ക് തിരിയാത്തതുകൊണ്ടല്ല, അതിന് മറുപടി എപ്പോൾ തന്നെ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് ചോദ്യം ആവശ്യമുണ്ട് ചോദിച്ചാൽ മതിയല്ലോ. അപ്പൊ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഒരിക്കലും ശിർക്കല്ല. ആ പണി നമ്മൾ ചെയ്താലും ശിർക്കല്ല. പക്ഷെ നമുക്ക് അനുവാദമില്ല. സുലൈമാൻ നബിക്ക് അനുവാദമുണ്ട്. അനുവാദമില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്താൽ ഹറാം. അനുവാദമുള്ളത് കൊണ്ട് സുലൈമാൻ നബി ചെയ്താൽ ഹറാമില്ല. എന്നാൽ ശിർക്കായ കാര്യം സുലൈമാൻ നബിക്കും ശിർക്ക് തന്നെ, നമുക്കും ശിർക്ക് തന്നെ, എല്ലാവർക്കും ശിർക്ക് തന്നെ. ഇനി എന്തുകൊണ്ട് ശിർക്ക് ആയില്ല? സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കീഴ്പ്പെടുത്തി കിട്ടിയ ജിന്നിനെ, ആ ജിന്നിന്റെ കഴിവുകളെ ഉപയോഗിക്കുകയാണ് സുലൈമാൻ നബി ചെയ്തത്. ഇസ്തിഗാസ ചെയ്തിട്ടില്ല, സഹായം തേടിയിട്ടില്ല. സുലൈമാൻ നബിനെ കീഴിലാ പോലുള്ളത്. അപ്പൊ സഹായം തേടുമെന്ന് പറയില്ല, കൽപ്പിച്ചതാ, ഓർഡർ ഇട്ടതാ. മുഖ്യമന്ത്രി MLA യോട് സഹായം തേടിയെന്ന് പറയില്ല. MLA മുഖ്യമന്ത്രിയോട് സഹായം തേടിയെന്ന് പറയാം. മുഖ്യമന്ത്രി MLAക്ക് ഓർഡർ കൊടുക്കുക, എന്താ ഇത് പ്രശ്നം ശരിയാക്കി കൊടുക്കാത്തത്, എന്താ 1-ാം തീയതിക്ക് മുമ്പ് അത് തീർത്തു കൊടുക്കണം, ഉമ്മൻചാണ്ടി വരെ എന്നോട് സഹായം തേടിയിട്ടുണ്ട് എന്ന് അയാൾ പറയോ? അത് ഓർഡർ, കൽപ്പനയാണ്. സുലൈമാൻ നബിയുടെ കീഴിലുള്ള പ്രജകളാണ് ജിന്നുകളും ശൈത്താന്മാരൊക്കെ. ഓർക്ക് ഓർഡറാ, അതിന് സഹായം തേടുക എന്ന് പറയില്ല. അതുകൊണ്ടാണ് റാസിയൊക്കെ വെല്ലുവിളിയെന്നാണ് ഉപയോഗിച്ചത്. വെല്ലുവിളിച്ച് ആർക്കടാ കൊണ്ടുവരാൻ കഴിയുമോ ചോദിച്ചു. നിങ്ങൾ എണീക്കണം, ഞാൻ കൊണ്ടുതരാം. അതൊന്നും പോയടാ, അതിന്റെ മുമ്പ് വേണം. എന്നാ കഴിയൂല, എന്നാ നോക്കിക്കോ, ഞാൻ കൊണ്ടുതരാം. അതാ വെല്ലുവിളി. റാസി റഹ്മത്തുള്ളാഹി പറഞ്ഞു, സുലൈമാനു ഇൽഹാറ മുഅ്ജിസത്തിൻ ഫതഹദ്ദാഹും അവ്വല. അതാണ് സംഭവിച്ചത്. പോട്ടെ. അപ്പൊ അവിടെ ആ ജിന്നിന്റെ കഴിവ് ഉപയോഗിക്കുകയാണ് സുലൈമാൻ നബി ചെയ്തത്. അതുകൊണ്ട് ശിർക്കിന്റെ പ്രശ്നം വരുന്നില്ല. അബോധിക കഴിവ് സുലൈമാൻ നബി ജിന്നിനെ വകച്ചുകൊടുത്താലും ശിർക്കായി, അത് തേടിയാലും ശിർക്കായി. സുലൈമാൻ നബി ശിർക്ക് ചെയ്താലും ശിർക്ക് തന്നെയാണ്. പക്ഷെ സുലൈമാൻ നബി ചെയ്യൂല, കാരണം അമ്പിയാക്കൾ മഅ്സൂമികളാണ്. ഇനി അങ്ങനെയാണെങ്കിൽ അമ്പിയാക്കന്മാർക്ക് കൊടുത്ത കഴിവ് നമ്മൾ ചോദിച്ചാൽ അതെങ്ങനെ ശിർക്കാവുക? അതോടെ പിന്നുള്ള പ്രശ്നം അല്ലേ? ആ പ്രശ്നമില്ലേ? ആ പ്രശ്നമില്ല, അങ്ങനെ ചോദിക്കുന്നില്ല. ഏനെ നിങ്ങൾ ചോദിക്കും. ഇപ്പൊ നമ്മള് സാധാരണ ചില ആളുകളൊക്കെ ജിന്നിൻ, ഇപ്പൊ നമ്മൾ വിചാരിക്കുക ഇവിടെ ഏതെങ്കിലും ഒരു ജിന്നുണ്ട് എന്നുള്ള നിലക്ക് നമുക്കൊരു പ്രത്യേക അള്ളാഹു താല ജിന്നെ, നിനക്ക് അള്ളാഹു താല നൽകിയ കഴിവിൽ നിന്ന്, അല്ല നിനക്ക് സ്വന്തമായ ഒരു കഴിവും ഇല്ല ജിന്നെ, നിനക്ക് തന്ന ഒരു കഴിവിൽ നിന്ന് നീ എനിക്ക് എന്തെങ്കിലും ഒരു സഹായം നമ്മൾ ആവശ്യപ്പെട്ടാൽ, ഉദാഹരണം ഞാൻ എന്നെക്കാളും ശക്തനായ ഒരു മനുഷ്യനോട്, എന്നെ ഒരാള് എന്നെക്കാളും ശക്തനായ മനുഷ്യൻ എന്നെ ആക്രമിക്കുമ്പോ മറ്റൊരാളോട് നീ അവനെ നേരിടാൻ വേണ്ടി എന്നെ സഹായിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് പോലെ
നമ്മൾ ഒരു ജിന്നിനോട് നമുക്ക് മറ്റ് ആവശ്യങ്ങൾ ചേർന്നാൽ തേടിയാൽ അത് ജിന്നിന് സ്വന്തം കഴിവുണ്ട് എന്ന വിശ്വാസത്തിലല്ല, അങ്ങനല്ലാത്തൊരു വിശ്വാസം ചോദിച്ചാൽ അത് ശിർക്കാകുമോ? അതല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി അനുവദനീയമല്ല എങ്കിൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ പോരെ? ശിർക്കല്ലാത്ത കാര്യം എന്തിനാണ് ശിർക്ക് എന്ന് പറയുന്നത്? അനുവദനീയമല്ലെങ്കിൽ അനുവദനീയമല്ല എന്ന് പറയാ, അത് പറഞ്ഞാൽ മതിയല്ലോ. അതാണ് ചോദ്യം. അതല്ലേ പറഞ്ഞത്, അതല്ലേ പറഞ്ഞത് തന്നെ, ഇതുവരെ പറഞ്ഞത് തന്നെയാണ്. അത്രേ ഉള്ളൂ. അത് ശരി, അപ്പൊ അത് സംശയമില്ല. ഇതിലെ പറഞ്ഞ മറുപടി അത് തന്നെയാണ്. അടുത്ത ആള്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് കുഞ്ഞിപ്പ, നമ്മുടെ വളാഞ്ചേരിയുള്ള ആളാണ്. ഞാൻ ഈ ഒരു പൊതുവായിട്ടുള്ളൊരു സംശയമാണ് ചോദിക്കുന്നത്. അതായത് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ തൗഹീദിന് വേണ്ടിയിട്ട് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതും അതുവരെ വളരെയധികം വിജയത്തിലെത്തുകയും എല്ലാവരും നിസ്സംശയം സമ്മതിക്കുന്ന സംഗതിയാണ്. ഇന്നിപ്പോൾ അത് മൂന്നെണ്ണമായിട്ട് എന്താണ് ഷിർക്ക് എന്താണ് ഷിർക്ക് എന്നുള്ള തർക്കത്തിലുമാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തായാലും ഈ കബറുകളൊക്കെ കെട്ടിപ്പൊന്തിച്ച് അവിടെ പ്രാർത്ഥന നടത്തണം ആരാധിക്കണതൊക്കെ ഷിർക്കാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ മൂന്ന് മുജാഹിദിനും ഇല്ല, പുറത്തുള്ളവർക്കും ഇല്ല. അപ്പം എന്തായിരുന്നാലും ഈ ജാറത്തിനെതിരെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. ഈ മുഖാമുഖങ്ങളും ഈ മറുപടി പറച്ചിലും നടത്തി ഒരുപാട് ചെലവുണ്ടാക്കുന്നതിനൊക്കെ നല്ലത് ഈ പൊതുസ്ഥലത്തുള്ള കബറുകൾ പ്രത്യേകിച്ച് അതിനെ നിയമപരമായി നേരിട്ട് കഴിഞ്ഞാൽ അത് നടത്താൻ ഇന്ന് മുജാഹിദിനെ പോലത്തെ സംഘടനകൾക്ക് കഴിയുകയും ചെയ്യും. കാരണം ഒന്നാമത് നിയമത്തെ കാര്യങ്ങൾ അറിയുന്നവരുണ്ട്, സാമ്പത്തികമുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള പിൻബലമുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുറ്റിപ്പുറത്തടുത്തുള്ള മൂടാൽ എന്ന സ്ഥലത്ത് ഉള്ള ജാറം, ആ ജാറം അതിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ നീക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അത് പൊളിച്ചു മാറ്റാൻ ഓർഡറാക്കിയിട്ടുണ്ട്. അതിന് പുറമെ അത് കോടതിയെ അലക്ഷ്യമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത്തരം സംഗതികളിൽ ഒരു കബറെങ്കിൽ ഒരു ജാറെങ്കിൽ ഒരു ജാറം ഇതിനെ നിയമപരമായി നേരിടുന്നല്ലേ ഇതിനേക്കാൾ കൂടുതൽ ഫലം ഉണ്ടാവുക എന്നുള്ളതാണ്. അതൊരു വശമാണ്. ഇതിനേക്കാൾ ഫലം ഒരിക്കലും അതിന് കിട്ടില്ല. നിയമപരമായി നമുക്ക് പോകാം, പക്ഷെ ആളുകളെ വിശ്വാസം മാറാത്ത കാലത്തോളം ഇപ്പൊ സുപ്രീം കോടതി ഓർഡർ ഇട്ട് ചോദിക്കാം മൂടാല ജാറം പൊളിച്ചു നീക്കണം. അതോടെ കേരളത്തിലെ എല്ലാ സുന്നാളും ജാറത്തെ പോക്കി നിർത്തൂല. പിറ്റേന്ന് വേറെ അവിടെ ഉള്ളൊരു അതിന്റെ ലാഭം ഉണ്ടാക്കുന്ന മുസ്ലിയാർ ഉണ്ടാവുമല്ലോ, ആ ജാറത്തിലെ ലാഭം ഏത് മുസ്ലിയാർക്കാണോ കിട്ടുന്നത് ആ മുസ്ലിയാർ പിറ്റേന്ന് സ്വപ്നം കാണും. എന്ത്? ഞാൻ മൂടാലിന്ന് ഇങ്ങോട്ട് വെട്ടിച്ചെറുക്ക് താമസം മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. മൂപ്പര് സ്വപ്നം കാണും. അങ്ങനെ അവിടെ വേറെ ജാറും പൊന്തും. അപ്പൊ ഈ മനുഷ്യന്മാർ എന്ത് ചെയ്യും? ഉസ്താദ് അപ്പോ ഭയങ്കര കഴിവുള്ള ജാറായിട്ടത്. കാരണം മൂപ്പര് ഇവിടെ പൊളിച്ചാ ഓർഡർ ഇട്ടപ്പോത്തിന് മൂപ്പര് അവിടെ അറിഞ്ഞു, ആ പേര് ഇയാൾക്ക് സ്വപ്നത്തോടെ അറിയിച്ചു, മൂപ്പര് മാറിക്കിടന്നു, അവിടെ ജാറും പൊന്തി അപ്പൊ ഞാൻ അവിടേക്കന്നെ പോകാൻ നല്ലത് എന്ന ആളുകൾ തീരുമാനിക്കും. അപ്പൊ നിയമപരമായി നേരിട്ട് പലപ്പോഴും അത്രേ സംഭവിക്കുള്ളൂ. അത് പലപ്പോഴും അനുഭവങ്ങൾ അങ്ങനെയാണ് താനും. എന്നാൽ ഈ ജാറത്ത് കിടക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മൂടാലിനെ പറ്റില്ല, അവിടെ ആളുണ്ടോന്ന് അറിയില്ല. അവിടെ ആളുണ്ടോ ഇല്ല എന്ന് തന്നെ അല്ലാഹു അഅലം. പണ്ട് കൈതന ജാറം വന്ന പോലത്തെ ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ, അങ്ങനെ ആവാം. ഉസ്താദും കുട്ടിയും കൂടി ജാറം നടത്തിയായിരുന്നു. ഉസ്താദും ശിഷ്യനും കൂടി ജാറം നടത്തി. അങ്ങനെ ജാറം നടത്തി. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് വരവ് കുറഞ്ഞു, വരുമാനം കുറച്ചൊക്കെ കുറഞ്ഞപ്പോൾ ഉസ്താദ് പറയടാ ഇനിയിപ്പം രണ്ടാൾ കൂടി ഉള്ളത് ഇവിടുന്ന് കിട്ടുന്നില്ല, അതുകൊണ്ട് തൽക്കാലം പോയിട്ട് വേറെ പോലെ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചോ, ഞാൻ തൽക്കാലം തുടങ്ങി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറച്ച് കാലം ആയുസും കൂടി ഉണ്ടാവുള്ളൂ, അതിങ്ങനാണ്ട് തട്ടിമുട്ടാണ്ട് പൊയ്ക്കോളാം, ഇത് ചെറുപ്പക്കാരല്ലേ, ഇത് പോയിട്ട് എവിടെയും പോയി ജീവിച്ചോ എന്നിട്ട് പിന്നെ പറഞ്ഞയച്ചു. പോണേക്ക് കഴുതനെയും കൊടുത്തു, ഇതിനെ കയ്യെ പിടിച്ച് എവിടെയും വല്ല ഒരു ഉപകാരപ്പെടുമല്ലോ. ഇവൻ പോണ വഴിയിൽ ഈ കഴുത ചത്തൂന്നാ. അപ്പൊ ഇവൻ കഴിഞ്ഞ് പഠിച്ചപ്പോ ഇനിയിപ്പോ എന്താ കാട്ട, ആകെ ഉസ്താദ് തന്നൊരു സംഗതി അത് ഇത് കഴിഞ്ഞു. ഓൻ ഏതായാലും നിവൃത്തില്ല, കുറച്ചേക്ക് കരഞ്ഞു. അവസാനം അവിടെ കുഴിത്തി ആ കഴുതന അവിടെ കുഴിച്ചിട്ട് മണ്ണൊക്കെ മൂടി ഓൻ നീച്ച് പോകാൻ തോന്നുന്നില്ല. ഓൻ നിരോധിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴൊരു വണ്ടിയിൽ കുറച്ച് സമസ്തക്കാര് പോണത്. അപ്പൊ ഇവരിങ്ങനെ പോകുമ്പോ ഇവരിങ്ങനെ ഒരു ജാളത്തരമായ സാധനം ഒരാൾ ഇന്ന് കരയുന്നുണ്ട്. അപ്പൊ ഒരു വണ്ടി എടുത്തി അവിടെ ഇറങ്ങി വിളിച്ചു, അല്ലോ ഉസ്താദ് എന്താ ആരാ ഏത് മഹാന? മൂപ്പര് കരയനെയാണ്, മൂപ്പര് ഒന്നും മിണ്ടണില്ല. ഇവിടെ എന്ത് വെച്ചത് മൂപ്പര് മിണ്ടണില്ല. അപ്പൊ ഇത് എന്തോ കാര്യപ്പെട്ട് ഇയാൾ ഭയങ്കര ഈ ക്ലാസ്സിൽ ഇവിടെ ഇരുന്ന് തോരക്കുകയാണ്, മൂപ്പര് മിണ്ടൂല. അപ്പൊ ബലും അവിടെ നിന്നിട്ട് ആമി എടുത്തു. എന്നിട്ട് പോകുമ്പോൾ ഒരു 500 നോട്ട് മൂപ്പയ്ക്ക് വെച്ചു കൊടുത്തു. ഇവര് പോയും ചെയ്തു. ഇവര് പോയി നോക്കുമ്പോ ഇത് തിരക്കിടില്ലടാ, ഇത് നല്ലൊരു ആശയാണല്ലോ. അപ്പൊ മൂപ്പന്തിൽ ഒന്ന് ഉഷാറാക്കി കുറച്ച് നിങ്ങളൊക്കെ കൂട്ടി അവിടെ ഒരു ബോർഡൊക്കെ വെച്ച് ഹിമാർ വലിയുല്ലാഹിനൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ച് മൂപ്പൻ അവിടെ സ്ഥിരം ഒരു കേന്ദ്രമൊക്കെ ആക്കി ജനങ്ങളുടെ വന്ന് കൂടി ഒന്നായിട്ട് ആളൊക്കെ പടവിന് അങ്ങോട്ടായി. അപ്പോഴത്തെ ഉസ്താദിന് ജാറ ഏകദേശം പൂട്ടിനോടത്തേക്ക് എത്തി.
അപ്പൊ ഉസ്താദും ശിഷ്യനും പരസ്പരം അറിയുന്നില്ല ഈ പ്രശ്നം. അവിടെ ആള് പറ്റ കുറഞ്ഞപ്പോ ഉസ്താദിനോട് ആരപ്പോ ഇവിടെ പുതിയൊരു ഔജന ചാടം വന്നിട്ടുണ്ട്, ഇപ്പൊ ആൾക്കാരൊക്കെ അവിടെയാണ്. എന്നാ ഒന്ന് പോയി നോക്കല, ആരപ്പ നമുക്ക് പാരാക്കാൻ വേണ്ടി അവിടെ തുടങ്ങിയത്. അങ്ങനെ ഉസ്താദ് ദിവസം ഇവിടെ വന്ന് അപ്പൊ ഭയങ്കര ജനം. ഏതായാലും അതിന്റെ ആളെ തെരഞ്ഞു പിടിച്ച ആളെ ചെന്ന് കണ്ട് നോക്കുമ്പോ പഴയ ശിഷ്യനാ. എടാ ഇതിപ്പോ എന്താ പരിപാടി, എങ്ങനെ ഇപ്പൊ എനിക്കിവിടെ ചാരം കിട്ടി? ഉസ്താദെ ഒന്നും പറയണ്ട, അത് നിങ്ങൾ തന്ന കഴുതന്റെ ചാറാണ്. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പോകുമ്പോ ശിശു അല്ല ഉസ്താദെ അവിടുത്തെ ചാറപ്പ ആയിരുന്നു ചോദിച്ച്. അതെടാ ഈ കഴുതന്റെ തന്തനാണ് അത്. അപ്പൊ അത്രേ ഉണ്ടാവുള്ളൂ നിയമപരമായി നേരിട്ടാണ്. അതേസമയം മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്തിയാൽ ഇപ്പൊ ഈ കണ്ട മനുഷ്യന്മാരിൽ ഒരു 3/4 ആൾക്കാരും ഒരു കാലത്ത് ജാടത്ത് പോയി എന്ന് വരാം അല്ലേ? ജാടത്ത് പോയത് മനുഷ്യന്മാർ, ഞാനായാലും ഇരിക്കുന്ന അമീറായാലും ഇവിടെയുള്ള മനുഷ്യന്മാർ മിക്കവാറും ഒരു കാലത്ത് ജാടത്ത് പോയി വരാം. നമ്മളെങ്ങനെ നിർത്തിയത്? സുപ്രീം കോടതി ഓർഡർ കണ്ടിട്ടല്ല, ഒരു കോടതി വിധി കണ്ടിട്ടല്ല. പക്ഷെ കോടതി വിധി വന്നാൽ ആളുകൾക്ക് ആ വിഷയം ചർച്ചയാവും. അപ്പൊ അത് ഒന്നും കൂടെ പഠിക്കാൻ ഒരു അവസരമായേക്കാം. ഒരു കോടതി ഓർഡർ ഇട്ടു ജാറങ്ങളൊക്കെ പൊളിക്കണം, അപ്പൊ ചർച്ചയാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആയത്തും ഹദീസൊക്കെ വീണ്ടും ചർച്ചയ്ക്ക് വരും. അപ്പൊ ആളുകൾ ചിന്തിക്കും, അത് ആളുകൾക്ക് മാറാൻ ചിലപ്പോൾ അവസരമാകും. ആ വഴി നല്ലതാണ്, നമ്മൾ ചെറുതാക്കി കാണിക്കല്ല. പക്ഷെ ആളുകളുടെ മനസ്സ് മാറലാണ് ഏറ്റവും പ്രധാനം. അത് നമ്മൾ ചെയ്യണം. അത് ഈ വക മുഖാമുഖങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പൊ ഈ നോട്ടീസ് തന്നെ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. ഇതിനെ കാണുമ്പോ തന്നെ ചില ആൾക്കാർക്ക് എടുക്കുക, ഈ വഹാബിയൊക്കെ എന്നും തന്നെ ഉള്ളൂ, ഇപ്പൊ ജിന്ന് വന്നപ്പോ നിർത്തും വിചാരിച്ചാ അപ്പൊ ഇത് ഒന്നും കൂടി ഊക്കുകൂടിക്കാണ് എന്ന് ചിലർക്ക് തോന്നും. അപ്പൊ അത് പഠിക്കാൻ അവസരമാവും. ചിലർ വന്നു നോക്കും, ചിലർ ചോദിക്കും, ചിലർ ചോദിച്ചില്ലെങ്കിലും ഇന്ന് കേട്ടു പോകാതിരിക്കും. അപ്പൊ കാര്യങ്ങൾ ഗ്രഹിക്കും. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കൂട്ടത്തിൽ മറ്റും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാർഗമാണ്. കോടതിയൊക്കെ വന്ന് ചർച്ചയായി ഒരു കോടതി ഓർഡർ ജാറം കെട്ടാൻ പാടില്ല, അത് ഹദീസ് കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ അപ്പൊ ചർച്ച വരും. ഇപ്പൊ മുടിക്കെതിരെ കേസ് പോയി, ആ കോടതി പറയാണ് ഈ മുടി റസൂലിൻ്റെതല്ല, റസൂലിന്റെ മുടി ഈ കാലത്ത് കിട്ടാൻ ഒരു വകുപ്പുമില്ല എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നു എന്ന് കോടതി പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ അല്ലേ? അപ്പൊ ചർച്ച വെച്ചപ്പാടും വളക്കെ പ്രശ്നമായി കുറെ ആൾക്കാർക്ക് അപ്പൊ പഠിക്കാൻ അവസരമാവും. അത്ര ഇതിലുണ്ടാവുള്ളൂ. അല്ലാതെ നിയമപരമായ ഓർഡർ ഇട്ടിട്ട് മാത്രം ആൾക്കാർ ചാർത്ത് പോക്ക് നിർത്തൂല. മദ്യപാനത്തിനെതിരെ, സ്ത്രീധനത്തിനെതിരെ, പലിശക്കെതിരെ എത്ര നിയമങ്ങളുണ്ട്. അവിടെ ആരും സ്ത്രീധനം വാങ്ങണില്ലേ? ആരും പലിശ വാങ്ങുന്നില്ലേ? ആരും മദ്യപിക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ അത് അത്രയേ ഉള്ളൂ. ഭൗതികമായ നിയമങ്ങൾ അത്രേ ഉണ്ടാവുള്ളൂ. അതേസമയം ദീനിയായ ഇതിന്റെ മാനം എന്താണ് എന്ന് ആളുകളെ പഠിപ്പിച്ചാൽ തീർച്ചയായും ആളുകൾ അതിൽ നിന്ന് മാറും. അതിന് തെളിവാണ് ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവനും. പള്ളിത്തർക്കത്തിന്റെയും മറ്റുള്ളതിന്റെയും പേരിൽ നമ്മൾ നിയമപരമായിട്ട് ഉപദേശങ്ങളും അതിന്റെ നിയമപരമായിട്ട് നമ്മൾ പോകുന്നുണ്ടല്ലോ. ഒരു പള്ളിക്ക് തർക്കമുണ്ടായി, അപ്പൊ ഞങ്ങൾ സ്ഥാപിച്ചാണ്, അപ്പൊ മറ്റൊരു ഞങ്ങൾ സ്ഥാപിച്ചാന്ന് പറയും. അതിന് നമ്മൾ നിയമത്തിന്റെ പിന്നാലെ പോകുന്നുണ്ട്. അതിന്റെ ഇസ്ലാമിന്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് സബൂർ ചെയ്തുകൊണ്ട് അത് നമുക്ക് വേണ്ട, അവിടെ നിസ്കാരം നടന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ 3 വിഭാഗത്തിൽ ഒറ്റ വിഭാഗം പോലും മാറി നിൽക്കാത്ത അവസ്ഥ കാണുന്നുണ്ടല്ലോ. അത് ഇതും പോണം. നിങ്ങൾ ചോദിച്ചത് ഇത്തരം പരിപാടികൾക്ക് പകരം അത് പോരേന്നാണ്. അത് പോരാന്ന് പറഞ്ഞത് ഇത്തരം പരിപാടി എന്തായാലും നടക്കണം, മറ്റു കൂടെ തന്നെ പോകണം. അങ്ങനെ നിയമമായി പോയിട്ടാണ് വലിയോറ മുതലമാട് എന്ന മഹല്ല് മൊത്തം മുജാഹിദായത്. ആ മഹല്ല് മൊത്തം മുജാഹിദായത് ഇങ്ങനെ. അവിടുത്തെ അധികാരി മൂപ്പര് അന്ന് വഹാബിയ, അന്ന് മുജാഹിദില്ല, അന്ന് വഹാബിയാണ്. നമ്മളെ പി കെ അഹമ്മദ് മദനിയുടെ പിതാവായിരുന്ന ആള്. അദ്ദേഹം അന്നത്തെ അവിടുത്തെ അധികാരിയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് അവിടെ അധികാരിയായിരുന്നു. വലിയോറ അധികാരി എന്നാ പറയാം. മൂപ്പര് അന്ന് വഹാബിയ, ഐക്യസംഘത്തിൽപ്പെട്ട ആളാണ്. നിങ്ങൾ ഐക്യാപ്പള എന്ന് വിളിക്കുക മൂപ്പര് എല്ലാവരും. ഐക്യാപ്പള പോണ് പറയും. അന്ന് മുജാഹിദ് എന്ന് അങ്ങാണ്ട് പേരാരും പ്രയോഗിക്കാറില്ലായിരുന്നു. അതുപോലെ സംഘടന ഉണ്ടാക്കിയപ്പോഴാണ് മുജാഹിദ്, KNM, കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ, അത് സംഘടനയുടെ പേരാണ് അത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പള്ളിക്ക് ഇത് പ്രസിഡന്റായി. മൂപ്പര് അവിടുത്തെ മഹലിന്റെ മുതവല്ലിയുമാണ്, അവിടുത്തെ അധികാരിയുമാണ്. അങ്ങനെ പള്ളി പുതുക്കി പണിത് പണിയൊക്കെ കഴിഞ്ഞ് ഹാവുദിന്റെ പണിക്ക് എത്തിയപ്പോ കല്ല് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ പോലെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ കല്ലിറക്കണ കാലമല്ല അന്ന്. അത് വെട്ടി റെഡിയായി വന്നിട്ട് വേണം, ദിവസങ്ങൾ പിടിക്കും. അപ്പൊ പള്ളിക്കാട്ടില് ഒരു ഖബറിന് ചുറ്റും കുറച്ച് കല്ല് വെച്ചിട്ടുണ്ട്. ജാറൊന്നല്ല, ഏതോ ഒരു ഖബറാണ്. അപ്പൊ പള്ളിക്കമ്മറ്റിന് മൂപ്പര അഭിപ്രായം പോലെ നമ്മൾ ആ കല്ലെടുത്തിട്ട് തൽക്കാലം ഹൗസ് ഉണ്ടാക്കുക. ഈ കല്ല് വരുന്ന കാലത്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ വെക്കും ചെയ്യാം. അപ്പൊ ആരും എതിര് പറഞ്ഞില്ല. ആ കല്ലെടുത്തു, ഹൗദൊക്കെ ഉണ്ടാക്കി. അപ്പൊ കുറച്ച് മൂലയന്മാരെ പ്രശ്നമുണ്ടാക്കി, ജാറം പൊളിച്ചുകൊണ്ട് പ്രശ്നമാക്കി. കാരണം ഇയാൾ വഹാബിയാണ്. അപ്പൊ ഇയാൾക്കെതിരെ ഒച്ചപ്പാടുണ്ടാക്കാൻ ഒരു പൂതിണ്ട്. ജാറം പൊളിച്ചുകൊണ്ട് ഭയങ്കര ഒച്ചയും പാടും പ്രശ്നങ്ങളൊക്കെ പടായി. അവസാനം പോയി ഞങ്ങൾ കേസ് കൊടുക്കുന്നതാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്ന കേസ് കൊടുത്തോളിയാണ്. അങ്ങനെ കേസ് കൊടുത്തു, കോടതിക്ക് എത്തി. കോടതി വിഷയം വന്നപ്പോ ഇദ്ദേഹം ഫത്ഹുൽ മുഈനും കൊണ്ട് കോടതിക്ക് പോയി. എന്നിട്ട് കോടതിയിൽ ഇയാൾ വാദിച്ചു, ഞങ്ങളുടെ നാട് ഷാഫി മദ്ഹബ് പ്രകാരം പോകുന്ന നാടാണ്,
ഷാഫി മദ്ഹബിലെ കിതാബ് പ്രകാരം ഖബർ കെട്ടിപ്പൊക്കൽ ഹറാമാണ് പൊതു ഖബർസ്ഥാനിൽ. ഞങ്ങളുടെ ഖബർസ്ഥാൻ പൊതു ഖബർസ്ഥാനാണ്, അവിടെ കെട്ടിപ്പൊക്കൽ ഹറാമാണ്. അവിടെ ഷാഫി മദ്ഹബ് പ്രകാരം പോകുന്ന നാടായതുകൊണ്ടാണ് അത് പൊളിച്ചത് കാരണം മൂപ്പർ അങ്ങനെ വാദിച്ചു. അത് മൂലമായ പ്രതീക്ഷയല്ല. അങ്ങനെ ഫത്തുൽ മുഈനും കാണിച്ചു കൊടുത്തു. ഫത്തുൽ മുഈനുണ്ട് വഹുദിമ വുജൂബൻ, നിർബന്ധമായും കെട്ടിപ്പൊക്കിയ ഖബറൊക്കെ പൊളിച്ചു മാറ്റണം. ഫത്തുൽ മുഈൻ 105-ാമത്തെ പേജിൽ കിതാബുൽ ജനായിസിൽ മറമാടുന്ന വിഷയം പറഞ്ഞെടുത്ത് കാണാം. വകുരിഹ ബിനാഉൻ ലഹു ഔ അലൈഹി ലിസിഹത്തിൻ നഹി അൻ ദാലിക. ഖബറിന് വേണ്ടിയോ ഖബറിന് മീതെയോ എടുപ്പുണ്ടാക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ്, കറാഹത്താണ്. കറാഹത്ത് ആവാൻ കാരണം ഹദീസിൽ വ്യക്തമായത് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മഹല്ലുൽ കറാഹ, പാടില്ല എന്ന് പറഞ്ഞത് ഇലാക്കാന മിൽക്കിൽ ബാനി, നിർമ്മിക്കുന്ന ആളുടെ സ്വന്തം സ്ഥലത്താണെങ്കിലാണ് കറാഹത്ത്. ഒയിലാക്കാന ബി മുസബ്ബല, മുസബ്ബലായ ഭൂമിയാണെങ്കിൽ ഹറുമ, ഹറാമുമാണ്. വഹുദിമ വുജൂബൻ, നിർബന്ധമായും പൊളിച്ചു മാറ്റുകയും വേണം. എന്താണ് മുസബ്ബലായ ഭൂമി? വഹിയ മഅ്താദ അഹ്ദിൽ ബലദി അദ്ഫന ഫീഹ, നാട്ടുകാർ സാധാരണ മറവ് ചെയ്യുന്ന ഭൂമിയാണ് മുസബ്ബലായ ഭൂമി. അത് മൗഖൂഫാണെങ്കിലും അല്ലെങ്കിലും ശരി, സവാഉൻ ഉരിഫ അസ്ലുഹു അം ലാ, അതിന്റെ അസ്ൽ എന്താണെന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, വഖഫാണോ വഖഫല്ലേ ഒന്നും അറിയില്ല എന്നാലും ശരി, അവിടെ ഹറാമാണ്. കെട്ടിപ്പൊക്കിയാൽ നിർബന്ധമായും പൊളിക്കുകയും വേണം എന്ന് ഫത്തുൽ മുഈനുണ്ട്. മൂപ്പർ അത് വെച്ച് വാദിച്ചു കോടതിയിൽ. അപ്പൊ കോടതി ശരി വെച്ചു, ഷാഫി മദ്ഹബ് പ്രകാരം പോകുന്ന മഹല്ലാണെങ്കിൽ അവിടെ കെട്ടിപ്പൊക്കാൻ പറ്റൂല. അപ്പൊ മൗലവിമാര് പറഞ്ഞു ഫത്തുൽ മുഈനുണ്ട് ശരിയാണ്, പക്ഷെ അതിലെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ കോടതി വ്യാഖ്യാനം കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരു വ്യാഖ്യാന ഗ്രന്ഥമായി സയ്യിദ് ബക്കറിയുടെ ഇയാനത്ത് ത്വാലിബീൻ കൊണ്ടുവന്നു. അപ്പൊ ഇയാനത്ത് ത്വാലിബീൻ ഒരു വാചകമുണ്ട്, ഇത് വ്യക്തികൾ ചെയ്യേണ്ടതല്ല, ഭരണകർത്താവിന്റെ ഹാക്കിമിന്റെ ബാധ്യതയാണ്. ഓരോരുത്തരും പോയി പൊളിച്ച സംഗതി പ്രശ്നമാണ്, പാടില്ല, അത് ഹാക്കിമിന്റെ ബാധ്യതയാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, അതെ ഞാൻ അവിടുത്തെ ഹാക്കിമാണ്, ഞാൻ അവിടുത്തെ അധികാരിയാണ്, അപ്പൊ എനിക്ക് പൊളിക്കാം, ഇവർക്ക് പൊളിക്കാൻ പാടില്ല. എനിക്കവിടെ പൊളിക്കാം, ഇവർക്ക് പൊളിക്കാൻ പാടില്ല, ഞാൻ പൊളിച്ചു, അത് ന്യായമാണ്, പോലും സമ്മതിച്ചല്ലോ. അപ്പൊ കോടതി ശരിയാണ്, മൂപ്പർക്ക് പൊളിക്കാം. അപ്പഴാ മനുഷ്യൻ ഫത്തുൽ മുഈൻ ഇങ്ങനെ ഉണ്ട്, നമ്മൾ ചോറ് കൊടുത്ത് കായും കൊടുത്ത് നമ്മളെ മൂലയിട്ടാണ് ഓതിപ്പോവുക. എന്നിട്ട് ആ കിതാബ് എങ്ങനെയുണ്ട് ഈ വഹാബി പറഞ്ഞപ്പോഴാണ് മനസ്സിലാണത്, ഇന്നത് അറിയണല്ലോ. അപ്പൊ ഫത്തുൽ മുഈൻ എല്ലാത്തും ചർച്ചയായി. എല്ലാവരും ഈ പേജ് നോക്കി, അന്ന് പിന്നെ ഫോട്ടോ ശരിയില്ലല്ലോ, എല്ലാവരും തന്നെ പിടിച്ച് മൂലയന്മാരൊക്കെ മൂലയിൽ ചോറിനെന്ന് ചോദിക്കും, അല്ലോ സ്ഥലേ ആ സംഗതി ഉണ്ടോ? അപ്പൊ എന്താ പറയാ, അങ്ങനെ നാട് മൊത്തം മുജാഹിദായി. മഹലിൽ ഒന്നാകാം മുജാഹിദ്, പള്ളി മുജാഹിദ്, പള്ളി കമ്മിറ്റി മുജാഹിദ്, ഇന്നും ആ മഹലിൽ 100% മുജാഹിദാണ്. അപ്പൊ അത് നല്ലൊരു രീതിയാണ്, ആളുകൾ ചിന്തിക്കാനും ചർച്ച ചെയ്യാനൊക്കെ അതൊരു വഴിയായി മാറും എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുസലാം, ഞാൻ ഈ നാട്ടുകാരനാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, പ്രാർത്ഥന എന്നാൽ എന്താണ്? പ്രാർത്ഥനയുടെ നിർവചനം എന്താണ്? ഇതിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണ് ഉദ്ധരിക്കുന്നത് എന്ന്. സാധാരണഗതിയിൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയം കാണുമ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാറുള്ള എല്ലാ മനുഷ്യന്മാർക്കും തിരിയും എന്താണ് സംഗതി. ചില മുസ്ലിയാക്കന്മാർക്കും അവര് തെറ്റിദ്ധരിപ്പിച്ച ചില ആളുകൾക്കും നിങ്ങളെ പറ്റിയല്ല പറഞ്ഞിട്ട് അങ്ങനത്തെ ആളുകൾക്ക് മാത്രം പ്രാർത്ഥന എന്താന്ന് മനസ്സിലാവതില്ല. അപ്പൊ നമ്മളൊരു മുസ്ലിയാരെ വിളിച്ചിട്ട് ഉസ്താദേ നിങ്ങൾ ദ്വാരക്കി, നിങ്ങൾ പ്രാർത്ഥിക്കി എന്ന് പറഞ്ഞാൽ എന്താണോ അതിൽ നിന്ന് ആ മുസ്ലിയാര് മനസ്സിലാക്കുന്നത് ആ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പൊ നേരത്തെ എഴുത്ത് കിട്ടി, ഷറഫുദ്ദീൻ രോഗിയാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്താ പറഞ്ഞത്. ഞാൻ പ്രാർത്ഥിച്ചു, അതും എല്ലാവർക്കും മനസ്സിലായി. പ്രാർത്ഥന എന്ന പദത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. യാചിക്കുക, ചോദിക്കുക, അർത്ഥിക്കുക, അപേക്ഷിക്കുക, താഴ്മയോട് ചോദിക്കുക എന്നൊക്കെ അർത്ഥം ആ വാക്കിനുണ്ട്. സാധാരണഗതിയിൽ മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് മുസ്ലിമിനൊക്കെ അത് ക്ലിയറാണ്. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ നിർവചനം എന്താ വെച്ചാൽ, നിർവചനം പല കിതാബിലും പല രൂപത്തിലും നിർവചനം പറഞ്ഞിട്ടുണ്ട്, പല കിതാബിലും പല നിർവചനവും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സംവാദങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന എന്തിന് ചോദ്യം അത്ര പ്രസക്തല്ല എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ സഹായമില്ല എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും ഉദ്ധരിക്കാൻ കഴിയുമോ? ഉണ്ട്. വിഷയാവതരണത്തിൽ വളരെ വിശദമായി നമ്മൾ പറഞ്ഞു. വിഷയാവതരണം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. താങ്കൾ അപ്പം എത്തിക്കണോ? കുറച്ചായിട്ട് എത്തി, അതാണ് പ്രശ്നം. വിഷയാവതത്തിൽ വിശദമായി ആയത്തും ഹദീസും തഫ്സീറും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് വളരെ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഭൗതികമായ കഴിവുകൾ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുകൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. റബ്ബല്ലാത്ത ആർക്കും അതില്ല. ഇനി ഒറ്റ ആയത്തും കൂടി പറഞ്ഞുതരാം.
സൂറത്ത് ഫാത്തിറിലെ 13-14 ആയത്തുകൾ. അതിൽ അള്ളാഹു പറഞ്ഞു, റബ്ബല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും, ആരെക്കുറിച്ചാവട്ടെ ആരോട് പ്രാർത്ഥിച്ചാലും അവരെ പറ്റി എല്ലാം അള്ളാഹ് പറഞ്ഞ പൊതുവായ പ്രയോഗമാണ് മാ യംലികൂന മിൻ ഖിത്മീർ. ഒരു കാരക്കക്കുരുവിന്റെ പാട പോലും അവർ ഉടമയാക്കുന്നില്ല. ഇതാണ് ഇപ്പൊ ആയത്തിനർത്ഥം. കാരക്കക്കുരുവിന്റെ പാട പോലും അവർ ഉടമയാക്കുന്നില്ല. നമുക്കറിയാം, ലാത്ത ജീവിച്ച കാലത്ത് ലാത്തക്ക് കാരക്കത്തോട്ടമുണ്ട്, അതിൽ കാരക്കയുണ്ട്, കാരക്കക്കുരുണ്ട്, അതിന് പാടുണ്ട്. ഇന്നും ഈ ആയത്തിനെതിരെ അബൂജഹൽ ആ കാരക്കയുമായി വന്നിട്ടില്ല. ഇന്ന് മാതാ അമൃതാനന്ദമയോട് പ്രാർത്ഥിച്ചാൽ അവനോട് ഓതാനുള്ള ആയത്തേതാ? മാ യംലികൂന മിൻ ഖിത്മീർ. കാരക്കക്കുരുവിന്റെ പാട പോലും അമ്മ ഉടമയാക്കുന്നില്ല. ഓനെന്ത് പറയും? നമുക്ക് ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്, 10,000 കോടിന്റെ ആസ്തിയുണ്ട്, പിന്നെ കാരക്കക്കുരുവിന്റെ പാടില്ലാന്നോ എന്തായി പറയണത് എന്ന് ഞാൻ ചോദിക്കൂല. എന്തുകൊണ്ട്? അപ്പൊ ഇല്ല എന്ന് പറഞ്ഞത് ഏതാ? ഈ പറഞ്ഞതൊക്കെ അവർക്ക് ഉണ്ടല്ലോ, ഈ പണിയപ്പെട്ട ആസ്തിയെല്ലാം അവർക്കുണ്ട്. എന്നിട്ടും പറഞ്ഞു മാ യംലികൂന മിൻ ഖിത്മീർ. കാരക്കക്കുരുവിന്റെ പാട പോലും അവർക്കില്ല. നമ്മുടെ നാട്ടിലെ മോനേമാര് നമ്മളെ പറ്റിച്ചത് എന്താ? സ്വന്തമായി ഇല്ല എന്നാണ്. അള്ളാഹ് കൊടുത്തതേ ഉള്ളൂ. മക്കത്തെ മുസ്ലിങ്ങൾ സ്വന്തമായി ഉണ്ട് എന്ന് വിശ്വസിച്ച അവിടെയാണ് കുഴപ്പം. അപ്പൊ സ്വന്തമായി ഒളിക്കുണ്ട് വിശ്വസിച്ച ശിർക്ക് തന്നെ, കൊടുത്തതാ വിശ്വസിച്ച ശിർക്കില്ല, കുഴപ്പമില്ല എന്നാണ് മുസ്ലിയാക്കന്മാർ നിങ്ങളൊക്കെ പോലെ പല സാധാരണക്കാരെയും പറഞ്ഞു പറ്റിച്ചത്. അങ്ങനെയാണെങ്കിൽ അബൂജഹൽ ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം അബൂജഹൽ ലാത്തക്ക് അള്ളൊന്നും കൊടുക്കാൻ സ്വന്തമായി കഴിവുള്ള ആളാണ് ലാത്താന്ന് അബൂജഹൽ പറഞ്ഞിട്ടില്ല. അതൊരു ബുദ്ധിയിലോട്ട് പറയില്ല. ലാത്ത നാട്ടിൽ ജനിച്ച് വളർന്ന് വന്ന് അവസാനം രോഗിയായി മരിച്ചുപോയി. ഈ ലാത്തക്ക് സ്വന്തം കഴിവുണ്ട്, അല്ല കൊടുക്കാതെ തന്നെ എന്ന് ആ ലാത്തനെ കണ്ടൊരു മനുഷ്യൻ പറയോ? ഇല്ല. അപ്പൊ പിന്നെ ഇല്ല എന്ന് പറഞ്ഞ് സ്വന്തം കൊടുക്കാത്തതല്ല, സ്വന്തമായി ഇല്ല, അത് ഉറപ്പാണ്. പിന്നെ എന്താണ് അവർക്ക് ഇല്ല എന്ന് പറഞ്ഞത്? അവിടെയാണ് നമ്മുടെ കാര്യകാലം എന്ന അസ്ബാബുകൾ പറയുന്നത്. റബ്ബ് ലോകത്തെല്ലാം വെച്ചത് സബബ് മുസബ്ബബാത്താണ്, അസ്ബാബിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് കാര്യകാല ബന്ധം എന്ന് മലയാളത്തിൽ നമ്മൾ പറഞ്ഞത്. അത് റാസി റഹിമഹുല്ലാഹ് സൂറത്ത് അംഫാലിലെ ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ എന്ന ആയത്തിന്റെയും അതേപോലെ അസ്ബുക്കല്ലാഹു മൻ തബഅക മിനൽ മുഅ്മിനീൻ എന്ന ആയത്തിന്റെയും വ്യാഖ്യാനത്തിൽ റാസി റഹിമഹുല്ലാഹ് പറഞ്ഞു, 2 രൂപത്തിലാണ് സഹായങ്ങൾ ലഭ്യമാവുക. ഒന്ന്, ഈ അസ്ബാബുൽ മഅലൂഫത്തിൽ മുഅ്താദ, പതിവുള്ള സാധാരണ കാര്യകാല ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സഹായം, അത് മുഅ്മിനീങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. മറ്റൊന്ന്, അസ്ബാബും മഅലൂഫത്തും മുഅ്താദ അല്ലാതെ കാര്യകാല ബന്ധങ്ങൾ വഴിക്കല്ലാതെ ലഭിക്കുന്ന സഹായം, അത് റബ്ബിൽ നിന്നും ലഭിക്കുന്നു എന്ന് തഫ്സീർ റാസിയിൽ കാണാൻ കഴിയും. മറ്റു പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്, മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ വിഷയവുമാണ്. അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ പറഞ്ഞല്ലോ വൽ മലായികത്തു ബഅദ ദാലിക ളഹീറ എന്ന്. ളഹീറ എന്നല്ല, ളഹീർ. വൽ മലായികത്തു ബഅദ ദാലിക ളഹീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്. നബിക്കെതിരെ നബിയുടെ ഭാര്യമാർ ചില ആലോചനകളുമായി വന്നപ്പോൾ അല്ലാഹു തആല വിമർശിച്ചുകൊണ്ട് ആയത്തിറക്കി. വഇൻ തളാഹറ അലൈഹി ഫഇന്നല്ലാഹു വമൗലാഹു വജിബ്രീലു വസാലിഹുൽ മുഅ്മിനീൻ വൽ മലായികത്തു ബഅദ ദാലിക ളഹീർ. അല്ലാഹു നബിയെ താങ്കളുടെ മൗലയാണ്, ജിബ്രീലും താങ്കളുടെ സഹായിയാണ്, സ്വാലിഹുൽ മുഅ്മിനീൻ വിശ്വാസികളായ മുഅ്മിനീങ്ങളും താങ്കളുടെ സഹായിയാണ്, വൽ മലായികത്തു ബഅദ ദാലിക ളഹീർ അതിനുശേഷം അതിന് പുറമെ മലക്കുകളും താങ്കളുടെ സഹായിയാണ്. അപ്പൊ നബിയെ സഹായിക്കാൻ മലക്കുകളുണ്ട്, നബിയെ സഹായിക്കാൻ ജിബ്രീലുണ്ട്, നബിയെ സഹായിക്കാൻ മുഅ്മിനീങ്ങളുണ്ട്. തീർച്ചയാണ്, സംശയമില്ല. ആ സഹായവും അഭൗതികമല്ല, ആ സഹായം ഭൗതികമാണ്. ആ സഹായം കാര്യകാല ബന്ധങ്ങൾക്ക് ഉള്ളിലാണ്. ആ സഹായം വ്യവസ്ഥക്കുള്ളിലാണ്. നേരത്തെ വിശദമായി പറഞ്ഞ, നമ്മൾ വൈകിയതുകൊണ്ടാണ് കഴിച്ചത്. മലക്കിന്റെ സഹായം അഭൗതികമല്ല എന്ന് വിശദമായി നമ്മൾ പറഞ്ഞു. ഇവിടെ അള്ളാഹു റസൂലിനെ സഹായിക്കും ജിബ്രീൽ, അള്ളാഹു റസൂലിനെ സഹായിക്കും അള്ളാഹു നിശ്ചയിച്ച മലക്കുകൾ. എങ്ങനെ സഹായിക്കുക? അവർക്ക് അള്ളാഹു നിശ്ചയിച്ച കാര്യകാല ബന്ധത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്. ഹഫദത്തായ മലക്കുണ്ട്, റസൂലിനെ മാത്രമല്ല മുഅ്മിനീങ്ങളെ സഹായിക്കാൻ. ഹഫദത്തുണ്ട്, യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. അള്ളാഹിന്റെ കൽപ്പന പ്രകാരം വിശ്വാസികളെ സംരക്ഷണം നൽകുന്ന മലക്കുണ്ട്, ഹഫദത്ത്. ഓരെങ്ങനെ സംരക്ഷിക്കുക? അവർക്കുള്ള വ്യവസ്ഥ പ്രകാരം. ആ മലക്ക് ആകാശലോകത്ത് നിന്നിട്ട് ഓൻ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച അവിടെ രക്ഷപ്പെടൂല. നേരെ മറിച്ച് മലക്ക് ഇറങ്ങി വന്ന് നമുക്ക് വരുന്നൊരു മുസീബത്തിനെ മലക്ക് തട്ടി മാറ്റുന്നു. അതാണ് കാര്യകാല ബന്ധം. ഒരു നാട്ടിലേക്ക് ശിക്ഷ ഇറക്കാൻ അള്ളാഹു മലക്കിനെ പറഞ്ഞയക്കുന്നു. എങ്ങനെ ശിക്ഷിക്കുക? മലക്ക് അവിടെ നിന്നിട്ട് ഓൻ നശിക്കട്ടെ വിചാരിക്കല്ല. അതാണ് അഭൗതികം. അത് റബ്ബ് ചെയ്യും. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഉണ്ടാവട്ടെ അല്ലാഹ് പറഞ്ഞാൽ അതുണ്ടാവും.
അതാണ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനെ പോലെ ആരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അല്ലാഹുവിനെ പോലെ അതൊന്നുമില്ല. പക്ഷെ മലക്ക് എങ്ങനെ നശിപ്പിക്കുക? മലക്ക് ആ നാട്ടിലേക്ക് വരും, അവിടെ ചെല്ലും, ആ നാട്ടിലേക്ക് എന്ത് ശിക്ഷയാണെന്ന് കൊടുക്കാൻ പറഞ്ഞത് ആ ശിക്ഷ അവിടെ കൊണ്ടുപോയിട്ട് വിതറും. നാട് പൊക്കി മറിച്ചിടാനാണോ ഓർഡർ, അവിടെ പോയി ആ നാട് പൊക്കി മറിച്ചിടും. എന്താണോ അള്ളാഹ് കൊടുത്തത് അത് അവരവിടെ വന്ന് ചെയ്യുന്നു. അതാണ് കാര്യകാരണ ബന്ധം, അതാണ് ഭൗതികം. അവർക്ക് അള്ളാഹു വെച്ച വ്യവസ്ഥ, ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ കാണുന്നു, കേൾക്കുന്നു, വരുന്നു, ഇറങ്ങുന്നു, പാറുന്നു, അതേപോലെ നാട്ടിലേക്ക് എത്തുന്നു, സംസാരിക്കുന്നു, ഇടപെടുന്നു, എല്ലാം ചെയ്യുന്നു. വഹയുമായി ജിബ്രീൽ ഇസ്ലാം വരുന്നു. എങ്ങനെ? ജിബ്രീൽ ആകാശലോകത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മക്കയിൽ അല്ലെങ്കിൽ മദീനയിലെത്തി നബിയെ ചെന്ന് കണ്ട് സലാം ചൊല്ലി നബിക്ക് സംഗതി ഓതിക്കൊടുത്ത് നബി അത് കേട്ടുപഠിച്ച് തിരിച്ച് ആകാശലോകത്തേക്ക് കയറിപ്പോകുന്നു. അതാണ് ഭൗതികമായ രീതി, അതാണ് കാര്യകാരണ ബന്ധം, അതാണ് സാധാരണം, അതാണ് തെളിഞ്ഞ വഴി, അതാ ദൃശ്യമാർഗം. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്ന് മാത്രം, അതുകൊണ്ട് അത് അഭൗതിക ആവൂല. അപ്പം മലക്ക് സഹായിച്ചാലും നീ ജിന്ന് സഹായിച്ചാലും ജിന്ന് ഉപദ്രവിച്ചാലും അതൊന്നും അഭൗതികമല്ല. എല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ ഉള്ളിൽ മാത്രമാണ്. ഇനിയുണ്ടോ ഏരി കുറഞ്ഞ വാക്കിണ്ടോ? അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ സഹായമില്ല എന്ന് ഈ ആയത്തെ കൊണ്ട് മനസ്സിലാകുന്നില്ലല്ലോ. പിന്നെ അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ സഹായമില്ല എന്ന് ഖുറാനിലില്ല. കാരണം മലായികത്തു ബഅദ ദാലിക ലഹീർ, അവിടെ മലക്കുകളെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. പിന്നെ അവിടെ അഭൗതികമല്ലേ? അത് അഭൗതിക ഇതുവരെ പറഞ്ഞത് എന്താണ്? ഇതുവരെ പറഞ്ഞത് അഭൗതികം അല്ല പറഞ്ഞത്, അഭൗതികം ആണെന്നല്ല. അതാണ് ചോദിക്കുന്നത്. അത് അഭൗതികമായ സഹായമാണല്ലോ. അവിടെ അഭൗതികം എന്നുള്ള ഉദ്ദേശിക്കുന്നില്ലല്ലോ. അഭൗതികമായ സഹായം ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ. അത് അഭൗതികമാണെന്ന് ലോകത്താരാ പറഞ്ഞത്? വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ എന്ന ആയത്തെ തഫ്സീറിൽ ഏതെങ്കിലും മുഫസ്സിർ ഇത് അഭൗതികമാണ്, അസ്ബാബിനപ്പുറത്താണ് എന്ന് രേഖപ്പെടുത്തിയ വല്ല ഉദ്ധരണിയും താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അതന്നെ പ്രശ്നം. അപ്പൊ ഏതു സൃഷ്ടിയും അസ്ബാബ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. സബബ് മുസബ്ബബാത്ത് നമ്മുടെ അഖീദയിലെ കിതാബിലൊക്കെ ചർച്ച ചെയ്തതാണ്. സബബ് മുസബ്ബബാത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തെല്ലാം നടക്കുന്നത്, അതിനപ്പുറത്ത് ഒന്നുമില്ല. മലക്കും ആ സബബിന് ഉള്ളിലാണ്, ജിന്നും ആ സബബിനുള്ളിലാണ്, ശൈത്താനും ആ സബബിനുള്ളിലാണ്, ഇൻസും ആ സബബിനുള്ളിലാണ്. സബബിന് പുറത്ത് ഒരു മഖ്ലൂക്കും ഇല്ല. എല്ലാ മഖ്ലൂക്കിനെയും അള്ളാഹു സംവിധാനിച്ചത് സബബ് മുസബ്ബബാത്ത് എന്ന വ്യവസ്ഥയിലാണ്. അതുകൊണ്ട് മലക്ക് സഹായിച്ചാലും ആ സബബിനുള്ളിൽ, ജിന്ന് ഉപദ്രവിച്ചാലും ആ സബബിനുള്ളിൽ, മനുഷ്യൻ സഹായിച്ചാലും ആ സബബിനുള്ളിൽ, അള്ളാഹു സഹായിച്ചാൽ സബബിന് അതീതം. അതാണ് വ്യത്യാസം. അപ്പൊ നമുക്കൊരു മരം ഇവിടെ എന്ത് ചെയ്യണം? നട്ടു വളർത്തണം. നമ്മൾ എന്താ ചെയ്യുക? കുഴി കുത്തി വിത്തിട്ട് വെള്ളമൊഴിച്ച് വളമിട്ട് പരിചരിച്ച് വളരാൻ ആവശ്യമായ പണികൾ നമ്മൾ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സബബ്. ജിന്നിന്റെ ലോകത്തൊരു മരം ഉണ്ടാക്കണം. ജിന്നെന്താ ചെയ്യുക? ഓരോ ലോകത്ത് എങ്ങനെയാണോ കുഴി കുത്തുക അങ്ങനെ കുഴി കുത്തണം, അവിടെ എങ്ങനെയാണോ തയ്യ് നടുക അങ്ങനെ നടണം, അവിടെ എന്താണോ വളമിടുക ആ വളമിടണം, അവിടെ എങ്ങനെയാണോ വെള്ളം ഒഴിക്കുക അങ്ങനെ ഒഴിക്കണം, അങ്ങനെ പരിചരിക്കണം. അതാണ് സബബ്. മലക്ക് അള്ളാഹു തആലയുടെ ഓർഡർ പ്രകാരം ഇവിടെ സംഗതി ചെയ്യാൻ ഉദ്ദേശിച്ചു. മലക്കെന്താ ചെയ്യുക? ആ നാട്ടിലേക്ക് വരും, അവിടെ എത്തും, ആ സ്ഥലത്ത് ചെല്ലും, എന്ത് പണിയാണോ ചെയ്യാൻ പറഞ്ഞ് ആ പണി ചെയ്ത് തിരിച്ചു പോകും. അതാണ് സബബ്. എന്നാൽ റബ്ബ് ഒരു മരം മുളപ്പിക്കാൻ ഉദ്ദേശിച്ചു. എന്താ ചെയ്യുക? ഈ സംഭവം ഒന്നും വേണ്ട. അള്ളാഹ്ക്ക് അവിടെ കുഴി കുത്തണ്ട, വിത്തിടണ്ട, വളം വിടണ്ട, വെള്ളം ഒഴിക്കണ്ട, ഒന്നും വേണ്ട. പിന്നെ കുൻ ഫയക്കൂൻ, ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതുണ്ടാവും. അതാണ് സബബിനപ്പുറത്ത്, അതാണ് അഭൗതികം, അതാണ് കാര്യകാലബന്ധങ്ങൾക്ക് അതീതം. അത് റബ്ബിന് മാത്രമേ കഴിയൂ. അതുപോലെ യകുൽ ലഹു കുഫുവൻ അഹദ്. പിന്നെ ഉണ്ടാകും മുഴുജത്തിലൂടെ, കറാമത്തിലൂടെ. മുഴുജത്തിലൂടെ കറാമത്തിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചതൊക്കെ വൈകി വന്നപ്പോൾ പ്രശ്നം. മുഴുജത്തിലൂടെയും കറാമത്തിലൂടെയും ഉണ്ടാകും. അവിടെ സബബില്ല, അവിടെ സബബില്ല. മൂസാ നബി വടി ഇട്ടു, വടി പാമ്പായി മാറി. എന്ത് സബബുള്ളത്? ഒരു സബബില്ല. ഒരു പാമ്പുണ്ടാവണമെങ്കിൽ രണ്ട് പാമ്പുകൾ തമ്മിൽ ഇട ചേർന്ന് അതിന് കുഞ്ഞുങ്ങളുണ്ടായി അങ്ങനെ വരണം പാമ്പുണ്ടാവണമെങ്കിൽ. വടി ഇട്ടാൽ പാമ്പാവുക, അങ്ങനെ സബബ് ലോകത്തില്ല. പിന്നെ എങ്ങനെ ഉണ്ടായി? അത് സബബിന് പുറത്ത്. അത് റബ്ബ് നേരിട്ട് ചെയ്തു. മൂസാ നബിക്ക് പങ്കില്ല. അതുകൊണ്ട് ആ വടി പാമ്പായി മാറിയപ്പോ ആ വടിയുടെ ഉടമസ്ഥനായ മൂസാ നബി പേടിച്ചു. കാരണം മൂസാ നബിന്റെ കഴിവല്ല. പേടിച്ച് പിന്തിരിഞ്ഞോടി. അല്ല വിളിച്ചു, പേടിക്കണ്ട, പിടിച്ചോന്ന് പറഞ്ഞു. ഖുദ് ഹാ വലാ തഖഫ് ആയത്തടക്കം നമ്മൾ നേരത്തെ ഓതിയിട്ടുണ്ട്. പിടിച്ചോ, പേടിക്കണ്ട. അപ്പൊ പിടിച്ചു, സംഗതി പഴയ അവസ്ഥയ്ക്ക് മാറി. ഇവിടെ ഒരു സബബും ഇല്ല. എന്നാ അതുകൊണ്ട് ഇനി മൂസാ നബിക്ക് ഇങ്ങനെ ഇനി കഴിച്ചിലാണ്, ഇനി ഈ വടി മതി, വേറെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അതും ചോദിച്ചിങ്ങനെ നടന്നിട്ടില്ല. ആ വടി രണ്ടാമത് മൂസാ നബി ഉപയോഗിച്ച എവിടെയാ? ഫിർഔന്റെ കൽപ്പന പ്രകാരം സാഹിര്യങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ഒരു സംവാദം സംഘടിപ്പിച്ചു. സാഹിര്യങ്ങൾ പോലെ വടിയും കയറും ഒക്കെ ഇട്ടു. അത് പാമ്പായി മാറിയതായി മൂസാ നബിക്ക് തോന്നി.
മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു. അവിടെ എന്താ പേടിക്കാൻ കാരണം? എൻ്റെ അടുത്ത് വടിയുണ്ട്, ഞാൻ കാണിച്ചു തരാ എന്നല്ല പറഞ്ഞത്. അവിടെ പേടിച്ചു. അല്ലാഹ് വിളിച്ചു, പേടിക്കണ്ട, ഇന്നക അൻതൽ അഅല, താങ്കൾ തന്നെയാണ് വിജയിക്കുക. വഅൽഖി മാ ഫീ യമീനിക് തൽഖഫ് മാ സനഉ ഇന്നമാ സനഉ കൈദു സാഹിർ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. സൂറത്ത് ത്വാഹ. താങ്കൾ കയ്യിൽ വടിയിട്ടുകൊള്ളുക, അത് പാമ്പായി മാറുമെന്ന് മാത്രമല്ല ഈ പാമ്പുകളെ വിഴുങ്ങും. അത് മൂസാ നബിക്ക് അറിയില്ല. ഈ ഓർഡർ കിട്ടും മുമ്പ് വടിയിട്ടാലോ അതൊട്ട് വിഴുങ്ങൂല്ല, ഒന്നും സംഭവിക്കൂല. ഓർഡർ കിട്ടിയപ്പോൾ വടിയിട്ടു, പാമ്പായി മാറി, എല്ലാത്തിനും വിഴുങ്ങി. മൂന്നാമത് ആ വടി ഉപയോഗിച്ച് എവിടെയാ? ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട് ഇസ്രായേലിനെയും കൊണ്ട് കടൽ കടന്ന് പോകാൻ അള്ളാന്റെ ഓർഡർ വന്നു. രാത്രിക്ക് രാത്രി പോകണമെന്ന് പറഞ്ഞു. ഇവർ പിന്നാലെ വരുമെന്നും അള്ളാഹ് പറഞ്ഞു. മൂസാ നബിയും അനുയായികളും പോയി. കടലിനടുത്തെത്തി. പിന്നാണ്ട് പോകാൻ വഴിയില്ല. പിന്നില് സൈന്യം വന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യും? ഒപ്പമുള്ളവർ പറഞ്ഞു, യാ മൂസ ഇന്നാ ലമുദ്റകൂൻ, അല്ലയോ മൂസ, നാം പിടിക്കപ്പെട്ട് കഴിഞ്ഞു. മൂസാ നബി എന്താ പറഞ്ഞത്? എടാ, ഈ വടി വിടല്ലേ, നമ്മളൊരു അടിപ്പടടിച്ചാൽ കടലുണ്ട് വിളരും, നമുക്കണ്ട് പോകാം, നിങ്ങൾ പേടിക്കണ്ട എന്നല്ല പറഞ്ഞത്. പിന്നെ കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അല്ല, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. പിന്നെ ഓർഡർ കിട്ടി, ഇത് റബ്ബി അസ്വാക്കൽ ബഹർ, താങ്കളെ വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കുക. അടിച്ചു, രണ്ടായി പേർന്നു, ഓരോ പിറപ്പും പർവ്വതം കണക്കെ മാറി നിന്നു. ഈ ഓർഡർ കിട്ടും മുമ്പ് അടിച്ചാലോ ഒന്നും സംഭവിക്കൂല. നാലാമത് ആ വടി ഉപയോഗിച്ച് എവിടെയാ? ഇസ്രായേലിൽ വന്ന് പരാതി പറഞ്ഞു മൂസാ നബിയോട്, മഴയില്ല, വെള്ളമില്ല, പരാതി പറഞ്ഞു. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. വഇസ്തസ്ഖാ മൂസാ ലിഖൗമിഹി, തന്റെ ജനതയ്ക്ക് വേണ്ടി മൂസാ അലൈഹി സ്വലാം അല്ലാഹുവോട് മഴയ്ക്ക് വേണ്ടി തേടി. മൂസാ നബി എന്ത് പറഞ്ഞില്ല? ഒരു കല്ലിൽ കൊണ്ടേ വടി വീണ്ട് ഞാൻ അടിച്ചിട്ട് വെള്ളം പൊട്ടിച്ചേരാ എന്നല്ല പറഞ്ഞത്. അള്ളാഹ് തേടി. അള്ളാഹിന്റെ ഓർഡർ വന്നു, ഇത് റബ്ബി അസ്വാക്കൽ ഹജർ, ആ വടി കൊണ്ട് പാറക്കടിക്കുക. അടിച്ചു. അപ്പൊ 12 അരുവികൾ പൊട്ടി ഒഴുകി. ഈ ഓർഡർ കിട്ടുമ്പോൾ അടിച്ചാലോ ഒന്നും സംഭവിക്കൂല. അപ്പൊ മുഴുജിയത്ത് സബബുകൾക്ക് അതീതമാണ്. ഒരു വടി കൊണ്ട് പാറക്കടിച്ചാൽ വെള്ളം വരാൻ സബബില്ല. ഒരു വടി കൊണ്ട് കടലിനടിച്ചാൽ കടലിൽ പിളരുക സബബില്ല, കാര്യകാല ബന്ധമില്ല, അതിനപ്പുറത്താണ്. അത് റബ്ബ് നേരിട്ട് നടത്തിയ. അതുകൊണ്ട് ആ സിഹിറിൽ അഗ്രഗണ്യരായ സാഹിര്യങ്ങൾ പോലും ഇത് കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്തിനു വിശ്വസിച്ചത്? ഓരോട് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുമ്പ് വഅദ് പറഞ്ഞിട്ടില്ല, തൗഹീദ് പറഞ്ഞിട്ടില്ല, അള്ളാഹിനെ പരിചയപ്പെടുത്തിയിട്ടില്ല, പരലോകം പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വടി മറ്റു വടികളെ വിഴുങ്ങിയത് കണ്ടപ്പോൾ ഓല് വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് വിശ്വസിച്ചത്? വിശ്വസിച്ചു മാത്രമല്ല, കയ്യും കാലും വെട്ടും എന്നപ്പം എന്തും ചെയ്തോ, ദുന്യാവിലല്ലേ ചെയ്യുള്ളൂ, ഒന്നും വരാനില്ല. ഇത് പറയാനുള്ള ഈമാൻ എവിടെ കിട്ടിയത്? അവർ ചെയ്തത് സിഹിറാണ്, മായാജാലമാണ്. അത് സബബിന് ഉള്ളിലാണ്, അത് സബബിനുള്ളിൽ, കാര്യകാലത്തിന് ഉള്ളിലാണ്. അതുകൊണ്ട് ചെയ്താൽ എത്ര ചെയ്യാ ഓൽക്കറിയാം, ഫിറൗന് അറിയില്ലെങ്കിലും. എന്നാലും മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ ചെയ്തത് സിഹിറോണ്ട് ചെയ്യാൻ പറ്റിയ പണിയല്ലാന്ന് ഓൽക്കറിയാം. സബബിന് ഉള്ളിലല്ലാന്ന് അറിയാം, സബബിന് അപ്പുറത്താണ്. മൂസക്ക് അത് കഴിയില്ലാന്ന് അറിയാം. അപ്പൊ എന്ത് മനസ്സിലായി? അപ്പൊ മൂസ പറഞ്ഞത് ശരിയാ, അതിനപ്പുറത്ത് ഒരു റബ്ബുണ്ട് അലൈഹിസ്സലാം. ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ റബ്ബ് സത്യമാണ്. ഒരാൾ വിശ്വസിച്ചു, ഓയ്ക്ക് ബോധ്യമായി. ഫിർഔൻ എന്ത് പറഞ്ഞു? ഇന്നഹു ലകബീറുക്കും ലഅല്ലമക്കും സിഹിർ, നിങ്ങളെ സിഹിർ പഠിപ്പിച്ച വല്യോനാണ് ബനീർ. പക്ഷെ ഓൽക്കത് സിഹിറല്ല. എന്നാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യാൻ പറ്റുന്ന പണിയുമല്ല. പിന്നെ എങ്ങനെ ചെയ്തു? സബബിന് അതീതം. അപ്പൊ അള്ളാഹനെ മനസ്സിലായി. ഒറ്റൊന്നും കൂടി പറഞ്ഞുതരാം. മറിയം ബീവിയുടെ മുമ്പിൽ സുഭിക്ഷമായ ഭക്ഷണം വന്നു. കറാമത്താണ്, ഖുർആൻ എടുത്തു പറഞ്ഞ കറാമത്ത്. അത് സബബിന് അപ്പുറത്താണ്. സക്കറിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോഴെല്ലാം ഭക്ഷണം കാണുന്നു. ചോദിക്കുന്നു എവിടുന്നാണ്? ഹുവ മിൻ ഇൻദില്ലാഹ്, റബ്ബിൽ നിന്നാണ്. ഇന്നല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. ഇത് സബബിന് അപ്പുറത്താണ്. ഒരാൾ 3 നേരം മോതിലേക്ക് ചോറുണ്ടാണ പോലെ പാത്രത്തിൽ കൊണ്ട് കൊടുക്കണമെങ്കിലോ കറാമത്താവോ? കറാമത്താവൂല. ഇപ്പം ഇത് കറാമത്തായി. ഈ കറാമത്ത് കണ്ടു ആര്? സക്കറിയ അലൈഹിസ്സലാം. സക്കറിയ നബി ചെയ്തെന്താ? തന്റെ കറാമത്തുള്ള നിങ്ങൾ ഉണ്ടായിട്ടാണ് ഞാൻ കുട്ടിയില്ലാതെ എടുങ്ങാറാകണത്, എനിക്ക് കുട്ടിയെ തരണമെന്ന് ബീബിനോട് പറഞ്ഞേക്കല്ല. സൂറത്ത് ആലി ഇമ്രാനിൽ ഈ സംഭവം പറഞ്ഞിട്ട് അടുത്ത ആയത്ത് എന്താ അറിയോ? ഹുനാലിക ദഅ സക്കറിയ റബ്ബഹു, അവിടെ വെച്ച് സക്കറിയ നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് സക്കറിയ നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ കറാമത്ത് കണ്ടപ്പോ റബ്ബിനെ മനസ്സിലായി. കറാമത്ത് കണ്ടപ്പോ റബ്ബിനെ മനസ്സിലായി. അപ്പൊ കറാമത്തും മുഴുവത്തും റബ്ബിൽ നിന്നാണ്. അത് സബബിന് അതീതമാണ്. ഈ ലോകത്ത് നടക്കുന്ന വല്ലതും സബബിന് അതീതമായിട്ടുണ്ടെങ്കിൽ കറാമത്തും മുഴുവത്തും മാത്രം. അത് അവരെ കഴിവല്ല, അവർക്ക് വിട്ടുകൊടുത്തിട്ടില്ല. റബ്ബ് ഉദ്ദേശിക്കുമ്പോൾ റബ്ബ് ഉദ്ദേശിക്കുന്ന ആളുകളിലൂടെ റബ്ബ് ഉദ്ദേശിക്കുന്ന കാര്യം റബ്ബ് നടപ്പാക്കുന്നു, വേറൊന്നുമില്ല.
അപ്പൊ കഴിവ് ഏത് സൃഷ്ടിയുടെയും കാര്യകാരണബന്ധങ്ങൾക്കുള്ളിലാണ്. ആ അർത്ഥത്തിൽ ഭൗതികമാണ്, അഭൗതികമല്ല. ബുഖാരിയിലെ ഹദീസിന്റെ ജാബിർബിന് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അത് ഹുദൈബിയ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്ന സഹാബാക്കൾക്ക് വുളൂ ചെയ്യാൻ വെള്ളമില്ലാത്ത സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് പരാതിപ്പെട്ട ഒരു സംഭവം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനോടാണല്ലോ അവർ പരാതിപ്പെട്ടത് എന്ന് അവർക്ക് അള്ളാഹുവിനോട് ഡയറക്റ്റ് ചോദിച്ചാൽ പോരായിരുന്നു. മതി. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സംഭവം ഇഷ്ടം പോലെ ഉണ്ട്. നബിയോട് ചോദിക്കാം. നബി ജീവിച്ചിരുന്ന കാലത്ത് നബിയോട് തന്നെയാണ് ചോദിക്കേണ്ടത്, മഴയ്ക്ക് മാത്രമല്ല. അപ്പൊ മൂസാ നബിയുടെ സംഭവം പറഞ്ഞില്ലേ, മൂസാ നബിയോട് വന്ന അനുയായികൾ പറഞ്ഞു എന്ത്, മഴയില്ല. മൂസാ നബി ദുആ ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ മിമ്പറിൽ നിൽക്കും